सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। शुक्लां भरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। वागीशाद्याः सुमनसः सर्वार्थानामुपक्रमे यं नत्वा कृतकृत्यासु तं नमामि गजाननम्। सुमुखश्चैकदन्तश्च कपिलो गजकर्णकः लम्बोदरश्च विगडो विघ्नराजो विनायक धूमकेतुर्गणाध्यक्ष फालचन्द्रो गजाननः वक्रतुण्डः शूर्पकर्णो हेरम्बस्कन्दपूर्वज। सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। वन्दे श्रीचिन्मयानन्दम् देशिकम् ब्रह्मवित्तमम् तत्त्वज्ञानोपदेष्टारम् काश्युत्तरनिवासिनम्। शरज्योत्स्नाशुद्धाम् शशियुधजटाजूडमगुडाम् वरत्रासत्राण स्फटिकगुडिकापुस्तककराम् सकृन्नत्वा नत्वा कथमिव सदाम् सन्निधत्ते मधुक्षीरद्राक्षा मधुरिमधुरीणा फणिदयः। मनोजवम् मारुततुल्यवेगम् जितेन्द्रियम् बुद्धिमदम् वरिष्ठम् वातात्मजम् वानरयूथमुख्यम् श्रीरामदूतम् शिरसा नमामि। बुद्धिर्बलम् यशोधैर्यम् निर्भयत्वमरोगदा अजाढ्यम् वाक्पटुत्वम् च हनुमत्स्मरणाद्भवे। ഹരി ഓം. ബഹുമാനപ്പെട്ട സന്യാസിമാർക്കും ശേഷം ആരാധ്യ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സത്രത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരവസരം കിട്ടി. ദിവ്യമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിലിരുന്ന് ഭക്തന്മാരായിട്ടുള്ള നിങ്ങളുടെ കൂടെ ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് കുറച്ചു സമയം ചിലവഴിക്കാൻ കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള അസുലഭങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങളാണ്. അതിന് നിമിത്തമായിരുന്ന ഇവിടുത്തെ ഭാരവാഹികളോട് എനിക്കുള്ള കൃതജ്ഞതയെ ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. കപിലോപദേശം അധ്യായം 28 മുതൽക്ക് 33 വരെ ഉള്ളതായിട്ടുള്ള ഭാഗങ്ങൾ 251 ശ്ലോകങ്ങളുണ്ട്. അതിൻ്റെ ചുരുക്കം ആണ് നമുക്കിപ്പോ ഉറക്കെ ചിന്തിക്കാനുള്ളത്. കപിലോപദേശം ജ്ഞാനവൈരാഗ്യസഹിതമായിരിക്കുന്ന ഭക്തിയിൽ കൂടിയിട്ട് ഭഗവാനെ പ്രാപിക്കാനുള്ളതായിട്ടുള്ള മാർഗമാണ്. അതിന്റെ വിശദീകരണമാണ്. ഭാഗവതത്തിന്റെ ലക്ഷ്യവും അതുതന്നെയാണല്ലോ. രോഗഗ്രസ്തരായിട്ട് ക്ഷീണിച്ച് അവശരായി തളർന്നു കിടക്കുന്നതായിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങളാകുന്നതായിട്ടുള്ള പുത്രന്മാരെ ഊർജ്ജസ്വലരാക്കി ആരോഗ്യവന്മാരാക്കി ഭക്തിയാകുന്ന മാതാവിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഭാഗവതം. അതായത് ഭാഗവത ശാസ്ത്രം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ അവയെ സമന്വയിപ്പിച്ചിട്ട് ഭഗവാനെ പ്രാപിക്കാനുള്ളതായിട്ടുള്ള മാർഗത്തെക്കുറിച്ചിട്ട് നമുക്ക് വിശദീകരിച്ചു തരുന്നതായിട്ടുള്ള ശാസ്ത്രമാണ്. ജ്ഞാനം കൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള തത്വം നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നു. വൈരാഗ്യം കൊണ്ട് അനാത്മചിന്തയെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഭക്തി കൊണ്ട് ആ ഭഗവാനിൽ നമുക്ക് സ്ഥിരത നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. കപില ഭഗവാനും അതുതന്നെയാണ് ദേവഹൂതിയായിരിക്കുന്ന മാതാവിന് ഉപദേശിച്ചത്. തൃതീയ സ്കന്ധം 25-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് തുടങ്ങിയിട്ട് 26, 27 അധ്യായങ്ങളിൽ കൂടിയിട്ട് ഭക്തിയോഗവും സാഖ്യതത്വങ്ങളും
അതിൻ്റെ കൂടെ യുക്തി ചിന്ത, കാര്യകാരണ ചിന്ത, ജ്ഞാനമാർഗം തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അമ്മയ്ക്ക് ഭഗവാൻ അവിടെ ഉപദേശിച്ചു കൊടുത്തു. 28-ാം അധ്യായത്തില് സഗുണ സാകാര ഉപാസന മാർഗം അല്ലെങ്കിൽ സബീജധ്യാനം അതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാന്റെ ധ്യാനം എന്നുള്ളത് നമുക്ക് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അഷ്ടാംഗ യോഗമാർഗത്തിൽ പതഞ്ജല മഹർഷി 8 അംഗങ്ങളോട് പറഞ്ഞു തരണോ. അതിന് ഭഗവാനെ ധ്യാനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പുള്ളതായിട്ടുള്ള പൂർവാംഗങ്ങൾ 5 എണ്ണമുണ്ട്. ആ 5 എണ്ണത്തിൽ നമ്മൾ സ്ഥൈര്യം, സ്ഥിരത നേടിയിട്ടുണ്ടാവണം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം തുടങ്ങിയതായിട്ടുള്ള 5 എണ്ണം. പിന്നീട് ധാരണ, ധ്യാനം, സമാധി തുടങ്ങിയതായിട്ടുള്ള 3 എണ്ണം. ആദ്യമായിട്ട് നമ്മൾ സ്ഥിരത നേടേണ്ടത് ആദ്യത്തെ 5 എണ്ണം യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം തുടങ്ങിയവയിലാണ്. ഈ യമാദികൾക്കും പൂർവമായിട്ട് നമ്മുടെ ജീവിത ആ ചര്യയെ ഒന്ന് ചിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ജീവിച്ചു കഴിഞ്ഞാൽ ഈ യമനിയമങ്ങൾ നമുക്ക് കൈവശപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് നിയന്ത്രിതമായിട്ടുള്ള ജീവിതം, ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ജീവിതം നമ്മൾ നയിക്കേണ്ടിയിരിക്കണമെന്ന് പറയാം. അത് 28-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ ശ്ലോകം തൊട്ടിട്ട് 7-ാമത്തെ ശ്ലോകം വരെയുള്ളതായിട്ടുള്ള 6 ശ്ലോകങ്ങളിൽ കൂടിയിട്ട് ഭഗവാൻ 7 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ഒന്നാമതായിട്ട് ഭഗവാൻ പറയുന്നു സ്വധർമ്മ ആചരണം. സ്വധർമ്മം എന്ന് പറയുന്നതായിട്ട് സമയത്ത് നമുക്ക് പലർക്കും സംശയമുണ്ട്, എന്താണ് എന്റെ സ്വധർമ്മം, എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, എന്താണെന്നുള്ളതായിട്ടുള്ള കാര്യം. വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത കർമ്മങ്ങളുടേതായിട്ടുള്ള ഫലമാണ്. അപ്പൊ നമ്മുടെ ഇന്നുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ചെയ്ത കർമ്മങ്ങളുടേതായിട്ടുള്ള ഫലം നമ്മളിൽ വന്നു ചേരുന്നു. അത് എപ്പോഴാണോ പക്വമാകുന്നത്, പാകമാകുന്നത്, പാകമായി കഴിഞ്ഞാൽ അതിന് പ്രാരബ്ധം എന്ന് പറയും. ആ പ്രാരബ്ധ കർമ്മങ്ങളാണ് നമ്മളെ ഓരോരോ അനുഭവ മണ്ഡലങ്ങളിൽ, കർമ്മമണ്ഡലങ്ങളിൽ എത്തിക്കുന്നത്. അപ്പൊ നേരത്തെ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട് ഇന്ന് ഞാനൊരു കർമ്മമണ്ഡലത്തിൽ, അനുഭവ മണ്ഡലത്തിൽ എത്തി എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കർമ്മമണ്ഡലത്തിൽ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും എന്നാൽ അനുഷ്ഠിക്കപ്പെടേണ്ടത് തന്നെയാണ്, സംശയമേ ഇല്ല എന്ന് പറയാതിരിക്കും. പക്ഷേ ഇപ്രകാരം അത് അനുഷ്ഠിക്കുന്നതായിട്ട് സമയത്ത് എന്ത് വേണം? ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് അനുഷ്ഠിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വധർമാനുഷ്ഠാനം എന്നുള്ളത് ഏറ്റവും ലഘുവാണ്, വളരെ എളുപ്പമാണ്, എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് എന്ന് പറയാം. ശാസ്ത്രമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പറയും, തസ്മാത് ശാസ്ത്രം പ്രമാണം തേ ഭഗവാൻ പറയും. ശാസ്ത്രമൊക്കെ എവിടുന്നാ കിട്ടുക? വേദം എനിക്ക് വായിക്കാൻ അറിയില്ല, പുരാണങ്ങൾ എനിക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പം അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമേ ഇല്ല എന്ന് പറയാം. ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത് ഇന്നലെ ചെയ്ത കർമ്മത്തിൻ്റെതായിട്ടുള്ള പ്രാരബ്ധം, അതിൻ്റെതായിട്ടുള്ള കർമ്മഫലം പക്വമായിരിക്കുന്നു, അത് നമ്മൾ ഇന്ന് അനുഭവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വധർമാനുഷ്ഠാനം എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കർത്തൃത്വ ഭാവമില്ലാണ്ട് ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ചെയ്യൂ. അത് സ്വധർമാനുഷ്ഠാനമായി. രണ്ടാമതായിട്ട് ഭഗവാൻ പറഞ്ഞു, നിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ പലതും ഉണ്ട്, അതിൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടു നിൽക്കണം. ചെയ്യാനേ പാടില്ല, ഒരു കോംപ്രമൈസേ ഇല്ല അതില് എന്ന് പറയാം. മൂന്നാമതായിട്ട് അർത്ഥകാമങ്ങള്, അതിലുള്ളതായിട്ടുള്ള ആഗ്രഹത്തെ വിട്ടിട്ട് മോക്ഷധർമ്മത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. 4 പുരുഷാർത്ഥങ്ങൾ പറയുമ്പോൾ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ പറയുമല്ലോ, അതില് അർത്ഥകാമങ്ങൾ വിട്ടേക്കൂ, എന്നിട്ട് മോക്ഷധർമ്മത്തിൽ ശ്രദ്ധയോട് കൂടിയിട്ടിരിക്കൂ. 4ാമതായിട്ട് സത്സംഗം, സത്സേവനം. ആത്മവിത്തുക്കള്, മഹത്തുക്കള് എന്നൊക്കെ പറയണോ, അവരെ സേവിക്കൂ, അവരെ ശുശ്രൂഷിക്കൂ എന്ന് പറയാം. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റാത്തതായിട്ടുള്ള നിർഗുണ നിരാകാരമായിട്ടുള്ള പരബ്രഹ്മതത്വത്തെ കുറിച്ചിട്ട് അവർ വാക്കുകളിൽ കൂടിയിട്ട് പറഞ്ഞു തരണോ. അപ്പൊ ആ വാക്കുകൾക്ക് ഒരുപാട് ശക്തിയുണ്ട് എന്ന് പറയാം. ആ വാക്കുകൾക്ക് നേരിട്ടുള്ളതായിട്ടുള്ള അർത്ഥമല്ല, അതിന് പകരമായിട്ട് ഗൂഢമായിട്ടുള്ള അർത്ഥമുണ്ട്, രഹസ്യമായിട്ടുള്ള അർത്ഥമുണ്ട്, ലക്ഷ്യാർത്ഥം, ലക്ഷണാർത്ഥം എന്നൊക്കെ പറയും. അപ്പൊ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെ ആ മഹത്തുക്കളുടെ ചിന്തകളുമായിട്ട് ചേർക്കുകയാണ് വേണ്ടത്.
അപ്പൊ നമ്മുടെ ചിന്തകളെ ആ മഹത്തുക്കളുടെ ചിന്തകളുമായിട്ട് ചേർക്കുന്നതായിട്ടുള്ള ആ പ്രോസസ്, അതിനെയാണ് സേവനം എന്ന് പറയുന്നത്. മഹത് സേവനം, സത്സംഗം, സത്സേവനം. അഞ്ചാമതായിട്ട് പറഞ്ഞു, ജനബാധയില്ലാത്ത സ്ഥലങ്ങളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, വിവിക്തദേശ സേവിത്വം അരതിർജന സംസതി. ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കൂ. ആളുകളുടെ കൂടെ ഇരിക്കുന്നതായിട്ട് സമയത്തുള്ള രതിയില്ലായ്മ ഉണ്ടാവട്ടെ എന്ന് പറയാം. കാരണം മറ്റുള്ളവരുടെ അടുത്തിരിക്കുന്നതായിട്ട് സമയത്ത്, പ്രത്യേകിച്ച് ലൗകികന്മാരുടെ അടുത്തിരിക്കുന്നതായിട്ട് സമയത്ത് അവരുടേതായിട്ടുള്ള ചിന്തകള്, അവരുടേതായിട്ടുള്ള വാക്കുകള്, അവരുടേതായിട്ടുള്ള പ്രവൃത്തികള് നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ക്ഷോഭത്തെ ഉണ്ടാക്കുന്നു. എന്തിനാ വെറുതെ പോയിട്ട് ഈ ക്ഷോഭത്തെ നമ്മളായിട്ട് വില കൊടുത്ത് വാങ്ങുന്നത്? അതിന് പകരമായിട്ട് ഒറ്റയ്ക്കിരിക്കും. എന്റെ ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമികൾ പറയും, ഇഫ് യു ഡോണ്ട് ലൈക്ക് യുവർ ഓൺ കമ്പനി, വൈ ഇൻഫ്ലിക്റ്റ് ഇറ്റ് ഓൺ അതേഴ്സ്. ഒറ്റയ്ക്കിരിക്കാൻ നമുക്കൊക്കെ ഒരു മടിയാണ്, ഒറ്റയ്ക്കിരിക്കാൻ പറ്റില്ല. സ്വാമിജി പറയണോ, നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ പറ്റില്ല വെച്ചാൽ നിങ്ങളുടെ കമ്പനി നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ലേ അർത്ഥം. പിന്നെ എന്തിന് അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവരെയും കൂടി ബുദ്ധിമുട്ടിക്കണോ ചോദിക്കും. അരതിർജന സംസതി. വീണ്ടും ആറാമത്തെ കാര്യമായിട്ട് പറഞ്ഞു, പ്രാരബ്ധാനുസാരണം എന്താണോ കിട്ടിയത് അതുകൊണ്ട് സംതൃപ്തമായിട്ടിരിക്കൂ. മനഃതൃപ്തി, അതാണ് വേണ്ടത്. എന്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ്. ആ കർമ്മങ്ങളുടെ ഫലം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് കർമ്മഫലദാതാവായിരിക്കുന്ന ഭഗവാനാണ്. അത് എപ്പോ എന്റെ കയ്യിൽ എത്തിച്ചേരണം എന്ന് തീരുമാനിക്കുന്നതും അദ്ദേഹമാണ്. അതിന് അർഹത ഞാൻ എപ്പോ നേടുന്നുവോ അപ്പോ അത് എന്റെ കയ്യിൽ വന്നിരിക്കും. അപ്പൊ എന്തെന്നാണോ ആ കർമ്മഫലമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിന് ഞാൻ രണ്ട് കയ്യും നീട്ടിയിട്ട് സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ള ഓരോ നിമിഷവും നേരത്തെ ചെയ്ത കർമ്മഫലമാണ്, അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അതിനെ നമ്മൾ സംതൃപ്തിയോടുകൂടിയിട്ട് സന്തുഷ്ടിയോടുകൂടിയിട്ട് സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇനി അവസാനം ഏഴാമത്തതായിട്ട് അതേ സമയത്ത് വളരെ പ്രധാനമുള്ളതായിട്ടുള്ള കാര്യം പറഞ്ഞു, ആഹാരത്തില് ഒരു മിതത്വം പാലിക്കൂ. ആഹാരം ശുദ്ധമായിരിക്കട്ടെ, സാത്വികമായിട്ടുള്ള ആഹാരം എന്നൊക്കെ പറയും. മിതത്വം അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏകാദശ സ്കന്ധം വരുന്നതായിട്ട് സമയത്ത് പറയും, ജ്ഞാനം യഥാ നശ്യേത ന അവകീര്യേത വാങ്മനഃ. ഭക്ഷണം വളരെ കുറഞ്ഞു പോയാൽ പോഷണം നഷ്ടപ്പെടും. മാത്രമല്ല ഓർമ്മശക്തിയൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടായി തുടങ്ങും. ഇനി കൂടിപ്പോയിട്ടുണ്ടെങ്കിലോ അത് നമ്മുടെ വാക്കിനെയും മനസ്സിനെയും ക്ഷോഭിപ്പിക്കും. അതുകൊണ്ട് മിതമായിട്ടുള്ള ആഹാരം, യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു എന്ന് ഭഗവാൻ പറയും. അപ്പൊ ഇപ്രകാരമുള്ളതായിട്ടുള്ള 7 കാര്യങ്ങളില് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ജീവിതചര്യ ചിട്ടപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ യമനിയമങ്ങൾ നമുക്ക് അനായാസേന കൈവരിക്കാൻ സാധിക്കും. എന്താണ് യമങ്ങള്? 5 യമങ്ങള്. അഹിംസ, സത്യ, ആസ്ഥേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ യമാഹ. 5. അഹിംസ, മനസ്സുകൊണ്ട് പോലും നമ്മൾ മറ്റുള്ളവരെ ഹിംസിക്കരുത്, മറ്റുള്ള സൃഷ്ടികളെ ഹിംസിക്കരുത്. സത്യം, മനസ്സിലും ചിന്തകളിലും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ സത്യം ഉണ്ടാവട്ടെ. ആസ്ഥേയം, മനസ്സുകൊണ്ട് പോലും മറ്റുള്ളവന്റെ മുതല് കക്കാതിരിക്കൂ. ബ്രഹ്മചര്യം എന്നുള്ളത് എല്ലാ കാര്യങ്ങളിലുമുള്ളതായിട്ടുള്ള മിതത്വമാണ്. അപരിഗ്രഹം എന്നുള്ളത് മനസ്സുകൊണ്ട് പോലും എന്റെ എന്നുള്ളതായിട്ടുള്ള പല വസ്തുക്കളോടുമുള്ളതായിട്ടുള്ള ഭാവത്തെ പരിത്യജിക്കലാണ്. എന്റെ എന്ന് പറയാൻ ഒന്നുമില്ല ഇവിടെയുള്ളതൊക്കെ ഭഗവാന്റേതാണ്. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരത്തേക്ക് എനിക്ക് ഭഗവാൻ ഒരു അവകാശം തന്നിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര കാല ഈ അവകാശം എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്നത് വരെ നിങ്ങൾ ഉപയോഗിച്ചുള്ളൂ. ഉപയോഗിക്കുന്നതായിട്ട് സമയത്ത് മറ്റുള്ളവരുമായി പങ്കിട്ടിട്ട് ഉപയോഗിക്കൂ. ഇതാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം എന്ന് ഭഗവാൻ പറയും. അപ്പൊ ഇവിടെയുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതിലൊരു പങ്ക് എനിക്കും എടുക്കാം. അല്ലാണ്ട് ഇത് എന്റെ എന്നാക്കി വെക്കാൻ പാടില്ല എന്ന് പറയാം. അപ്പൊ ഈ 5 യമം ആയിട്ട് പറഞ്ഞത്. ഈ യമം എന്താണ്? ധാർമ്മികമായിട്ടുള്ള പെരുമാറ്റമാണ്. അടുത്തത് ധാർമ്മികമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ്. അതാണ് 5
നിയമങ്ങള്. ശൗച സന്തോഷ തപസ്വാധ്യായ ഈശ്വര പ്രണിധാനാനി നിയമാഹ എന്ന് പതഞ്ജല മഹർഷി. ശൗചം ശുചിത്വം ആന്തരികവും അതേമാതിരി തന്നെ ബാഹ്യവുമായിട്ടുള്ള ശുചിത്വമാണ്. ബാഹ്യമായിട്ടുള്ള ശുചിത്വം സ്നാനം കൊണ്ട് നേടുന്നു. ആന്തരികമായിട്ട് ശുചിത്വം ഭഗവത് സ്മരണയോട് കൂടിയിട്ട്, ഭഗവൻ നാമസങ്കീർത്തനത്തോട് കൂടിയിട്ട്. എവിടെയൊക്കെ നിങ്ങൾക്ക് സാധിക്കൂ അവിടെയൊക്കെ വാ തുറന്നിട്ട് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കൂ. അത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മനസ്സുകളില് ആ ഭഗവാന്റേതായിട്ടുള്ള നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കൂ. സന്തോഷം എന്നുള്ളത് നേരത്തെ പറഞ്ഞു, എന്തൊന്ന് കിട്ടിയോ അതുകൊണ്ട് സന്തുഷ്ടിയോട് കൂടിയിട്ടിരിക്കുക എന്നുള്ളത്. തപസ്, ഇന്ദ്രിയങ്ങള്, ശരീരം, മനസ്സ് അതിനെയൊക്കെ നിയന്ത്രിച്ച് അടക്കി നിർത്തുന്നതാണ് തപസ്. ഇപ്പൊ നമ്മൾ അതിനെയൊക്കെ അവരുടെ പാട്ടിന് വിട്ടിരിക്കുകയാണ്. അത് പാടില്ല. നമ്മളതിനെ നിയന്ത്രിച്ചു നിർത്തേണ്ടിയിരിക്കണു തപസ്. സ്വാധ്യായം എന്നുള്ളത് ഒരിക്കൽ കേട്ടതിനെ വീണ്ടും വീണ്ടും വായിക്കലും വീണ്ടും വീണ്ടും അതിനെക്കുറിച്ചിട്ട് സ്വയം ഒറ്റക്കിരുന്നിട്ട് ചിന്തിക്കലും ആണ്. അതാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത. അത് എന്തിനാ വെച്ചാൽ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കണം, എന്നിട്ട് നമ്മളത് സ്വയം അനുഭവിക്കണം. നമ്മുടെ ശാസ്ത്രം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. കേട്ടു, അത് കഴിഞ്ഞിട്ട് അതിനെ മറന്നു, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തു, ഗംഭീരായിരിക്കുന്നു എന്ന് ആസ്വദിച്ചു, അതുകൊണ്ട് കാര്യമായില്ല. വെസ്റ്റേൺ ഫിലോസഫി അങ്ങനെയാണ്. അത് വെറുതെ അന്യോന്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കും, അത് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അവരെ പാട്ടിന് പോകും. നമ്മുടെ ശാസ്ത്രം അങ്ങനെയല്ല. നമ്മുടെ ശാസ്ത്രം പറയണു, നിങ്ങൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുകയും അതിന് ജീവിതത്തിൽ പകർത്തുകയും കൂടിയിട്ട് വേണം. അപ്പൊ അറിവ് നേടുന്നത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സ്വാധ്യായത്തിൽ കൂടിയിട്ട് സാധിക്കുന്നു. അവസാനത്തെ നിയമമാണ് ഈശ്വര പ്രണിധാനം. ഈശ്വര പ്രണിധാനം ഈശ്വര ആരാധനയാണ്. ഏതെല്ലാം വിധത്തിൽ നമുക്ക് ആ ഭഗവാനെ, സർവനിയന്താവായിരിക്കുന്ന ഭഗവാനെ, അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെ നമുക്ക് ആരാധിക്കാൻ സാധിക്കുമോ ആ മാർഗങ്ങളിൽ കൂടെയൊക്കെ ആരാധിക്കൂ എന്ന് പറയണം. യമനിയമങ്ങളോടൊപ്പം പരിശീലിക്കേണ്ടതാണ് ആസനം. യോഗാസനങ്ങൾ പലതുണ്ട്. അത് വളരെ ചെറുപ്പത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ മാത്രമേ അത് ശരിയാവുള്ളൂ. ഒരു പ്രായമായിക്കഴിഞ്ഞാൽ പിന്നെ ഈ യോഗാസനങ്ങളിൽ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പറയാം. അപ്പൊ എന്ത് വേണം? ഭഗവാൻ തന്നെ പറഞ്ഞിരുന്നു, സ്ഥിര സുഖം ആസനം. സ്ഥിരം, കുറച്ചു നേരത്തെ ഇളകാതിരിക്കാൻ നമുക്ക് സാധിക്കണം. അത് സുഖമായിരിക്കണം. സാധാരണ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കുറച്ചു കഴിഞ്ഞാൽ വലത്തേക്കാലെടുത്ത് ഇടത്തേക്കാലിന്റെ മുകളിൽ വെക്കണം, ഇടത്തേക്കാലെടുത്ത് വലത്തേക്കാലിന്റെ മുകളിൽ വെക്കണം, ഒരു കൈ ഇങ്ങിട്ട് വെക്കണം, ഒരു കാൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണോ. അതൊരു സുഖമില്ല, അത് പാടില്ല. സുഖമായിട്ട് തുടക്കത്തിലൊരു 20 മിനിറ്റ് നേരമെങ്കിലും മിനിമം ഇളകാതെ സുഖമായിട്ട് ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് സ്ഥിരസുഖം ആസനം എന്ന് പറയുന്നത്. ഈ സ്ഥിരാസനത്തിൽ ഇരുന്നിട്ട് വേണം പ്രാണായാമം അഭ്യസിക്കാൻ വേണ്ടിയിട്ട്. പ്രാണായാമം ശ്വാസത്തിൻ്റെതായിട്ടുള്ള നിയന്ത്രണമാണ്. വീണ്ടും പ്രാണായാമത്തെ കുറിച്ചിട്ട്, അതിനുള്ളതായിട്ടുള്ള സമയദൈർഘ്യത്തെ കുറിച്ചിട്ട് പൂരകം, കുംഭകം, രേചകം തുടങ്ങിയതായിട്ടുള്ള ആ ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള പദങ്ങളെയൊക്കെ വെച്ചിട്ട് പല ആചാര്യന്മാരെ പല രീതിയിൽ നമുക്ക് പറഞ്ഞു തരണോ. വിവേകാനന്ദ സ്വാമികള് അതിനെയൊക്കെ തന്നെ ലഘുവാക്കിയിട്ട് പറഞ്ഞു, എത്ര നേരം നിങ്ങൾക്ക് വളരെ മെല്ലെ ശ്വാസം അകത്തേക്ക് എടുക്കാമോ അത്ര നേരം എടുത്തോളൂ. വാച്ച് നോക്കണ്ട. വാച്ച് നോക്കിയാൽ നിങ്ങൾ വാച്ച് നോക്കുകയാണ് ചെയ്യുന്നത്, പ്രാണായാമമല്ല ചെയ്യുന്നത് എന്നർത്ഥം. അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര നേരം നിങ്ങൾക്കത് ഉള്ളിൽ നിർത്താൻ സാധിക്കുമോ അത്ര നേരം നിർത്തിക്കോളൂ. കുംഭകം. പിന്നീട് അതിനെ മെല്ലെ പുറത്തേക്ക് വിട്ടേക്കൂ. അതും നിങ്ങളുടെ ആ ലങ്സിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട്. എല്ലാവർക്കും ഒരേമാതിരി പറയാൻ പറ്റില്ല. 10, 20, 40 എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവർക്കും അത് സ്വീകാര്യമല്ല എന്ന് പറയാം. അപ്പൊ അവനവന്റെ സാമർത്ഥ്യത്തിനനുസരിച്ചിട്ട്, കഴിവിനനുസരിച്ചിട്ട് ചെയ്തോളൂ. അതേമാതിരി പുറത്തേക്ക് പോയിക്കുള്ള വായുവിനെ പുറത്തു തന്നെ നിർത്തൂ കുറച്ചു നേരത്തേക്ക്. എത്ര നേരം നിങ്ങൾക്ക് സാധിക്കുമോ അത്ര നേരം. അത് ബാഹ്യകുംഭകം എന്ന് പറയണു. അങ്ങനെ നമുക്ക് ശ്വാസത്തെ ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. രമണ ഭഗവാൻ ഇതിലേറെ എളുപ്പം മാർഗം പറഞ്ഞു തരും. അദ്ദേഹം പറഞ്ഞു, അകത്തേക്കെടുക്കുന്ന ശ്വാസത്തെയും പുറത്തേക്ക് വിടുന്നതായിട്ടുള്ള ശ്വാസത്തെയും നിങ്ങൾ സൂക്ഷിച്ചിട്ട് സാക്ഷിഭാവത്തില് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒരു സാക്ഷിഭാവം ഇവിടെ, അതിനൊന്ന് വാച്ച് ചെയ്യൂ. അത് തന്നെ ശ്വാസത്തെ ജയിക്കലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്രകാരം നമുക്ക് ശ്വാസത്തെ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ
കപില ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണു 10ാമത്തെ ശ്ലോകത്തില്, മനോ അചിരാത് വിരജം ജിതശ്വാസസ്യ യോഗിനഃ. ഇപ്രകാരം ശ്വാസത്തെ ജയിച്ചവനായിരിക്കുന്ന ആ അഭ്യാസി, ആ സാധകൻ, അദ്ദേഹത്തിന്റെ മനസ്സ് അധികം താമസിയാതെ നിർമ്മലം ആയിട്ട് ഭവിക്കുന്നു. അതിന് ഉദാഹരണം പറഞ്ഞു, സ്വർണം എപ്രകാരമാണോ വായു കൊണ്ടും അഗ്നി കൊണ്ടും തപിപ്പിക്കപ്പെടുന്നതായിട്ട് സമയത്ത് പരിശുദ്ധമായിട്ട് തീരണത്, അതേപോലെ പ്രാണായാമത്തിന്റെ കൂടെ അഭ്യസിക്കേണ്ടത് പ്രത്യാഹാരമാണ്. വിഷയങ്ങളിലേക്ക് പോകുന്നതായിട്ടുള്ള മനസ്സിനെ വീണ്ടും വീണ്ടും തിരിച്ചിട്ട് ആ ആത്മസ്വരൂപത്തിൽ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയും, മനസാ ഏവ ഇന്ദ്രിയ ഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈഹി ശനൈഹി ഉപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വ. ഇതാണ് പ്രത്യാഹാരം. എന്ത് വേണം? ചുറ്റുപാടും ഉള്ളതായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയ ഗ്രാമങ്ങളെ, ഇന്ദ്രിയ സമൂഹങ്ങളെ മനസ്സുകൊണ്ട് മെല്ലെ പിന്തിരിപ്പിക്കൂ. എന്നിട്ട് ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശാന്തമാക്കൂ. ആ മനസ്സിനെ ആത്മസ്വരൂപത്തിൽ ഉറപ്പിച്ചു നിർത്തൂ. മനസ്സിനെ എന്തുകൊണ്ട് ആത്മസ്വരൂപത്തിൽ ഉറപ്പിച്ചു നിർത്തും? ബുദ്ധ്യാ ധൃതിഗൃഹീതയാ. വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള കാര്യമാണ്. ധൃതിഗൃഹീതയാ ബുദ്ധ്യ. ധൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചയദാർഢ്യം, വിൽ പവർ, ഇച്ഛാശക്തി എന്നൊക്കെ അർത്ഥം. നിശ്ചയദാർഢ്യം വേണം നമുക്ക് ഇല്ലാത്തത് അതാണെന്ന് പറയാം. ഒക്കെ തീരുമാനിച്ചു കുറച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ വിട്ടുപോകുന്നത് കാണാം. നിശ്ചയദാർഢ്യമില്ല. ആ നിശ്ചയദാർഢ്യം, ധൃതി, അതുണ്ടാവട്ടെ. ആ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കൂ, മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ, എന്നിട്ട് ആത്മസ്വരൂപത്തിൽ ഉറച്ചിരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ 5 പൂർവാംഗങ്ങളില് നിഷ്ഠ നേടുന്നതായിട്ട് സമയത്തെ ധ്യാനം സാധ്യമാവുകയുള്ളൂ എന്ന് പറയാം. ധാരണ, ധ്യാനം, സമാധി, പിന്നെയുള്ളത് 3 ഇതിന് പൊതുവെ ധ്യാനം എന്ന് പറയും. ധാരണ, ധ്യാനം, സമാധി 3 വേറെ വേറെ ആണെങ്കിലും പൊതുവെ നമ്മൾ ധ്യാനം എന്ന് പറയണു. കപില ഭഗവാൻ അവിടെ 11ാമത്തെ ശ്ലോകത്തിൽ ഇതിന്റെയൊക്കെ ഗുണങ്ങളെ പ്രയോജനം പറഞ്ഞുതരും. പ്രാണായാമൈർദഹേർദോഷാൻ ധാരണാവിശ്വ കിൽബിഷാൻ പ്രത്യാഹാരേണ സംസർഗാൻ ധ്യാനേന അനീശ്വരാൻ ഗുണാൻ. പ്രാണായാമം കൊണ്ട് ദോഷങ്ങളെ ദഹിപ്പിക്കണം, പാപങ്ങളെ ധാരണ കൊണ്ട് വേണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, വിഷയ സംസർഗങ്ങളെ പ്രത്യാഹാരം കൊണ്ട് ദഹിപ്പിക്കണം, ഈശ്വരോപാസനയ്ക്ക് വിരോധിക്കുന്നതായിട്ടുള്ള ഗുണങ്ങളെ ധ്യാനം കൊണ്ട് വേണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്രകാരം എപ്പോഴാണോ സ്വന്തം മനസ്സ് നിർമ്മലമായിരിക്കുന്നത്, യഥാ മനഃസ്വം വിരജം. എന്തുകൊണ്ടാണ് ഇത് ശുദ്ധമായത്, നിർമ്മലമായത്? യോഗേന സുസമാഹിതം. കണ്ടോ, യോഗം കൊണ്ട്, പ്രാണായാമം, പ്രത്യാഹാരം, ആസനം തുടങ്ങിയതായിട്ടുള്ള ഈ നിരന്തരമായിട്ടുള്ള അഭ്യാസങ്ങളെ കൊണ്ട് ആ മനസ്സ് നിർമ്മലമായിരിക്കുന്നു, പരിശുദ്ധമായിരിക്കുന്നു. ആ മനസ്സുകൊണ്ട് എന്ത് വേണം? കാഷ്ഠാം ഭഗവതോധ്യായേത്, ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കണം എന്ന് പറയാ. സ്വനാസ അഗ്ര അവലോകന എന്നും കൂടി ഭഗവാൻ അവിടെ ചേർക്കും. അവനവന്റെ മൂക്കിന്റെ അറ്റത്ത് നോക്കുന്നത് പോലെ നോക്കിയിട്ട്, കണ്ണടയ്ക്കൂ എന്ന് പറഞ്ഞു. കണ്ണടച്ചു കഴിഞ്ഞാലും ദൃഷ്ടികൾ എന്തുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ മനസ്സിനെ ചലിപ്പിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കണ്ണടച്ചു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കും. അപ്പൊ ഉറക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ആ മനസ്സിൻ്റെതായിട്ടുള്ള ചലനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനത്ത്, അതാണ് നാസ അഗ്രം എന്ന് പറഞ്ഞത്, അവിടത്തേക്ക് അവലോകന, നോക്കുന്നത് പോലെ കണ്ണടച്ചിരുന്നുള്ളൂ. ധ്യാനത്തിന് ഭഗവാന്റെ ഏത് രൂപം വേണമെങ്കിൽ ധ്യാനിക്കാം. ധ്യാന ശ്ലോകങ്ങള് എല്ലാ സഹസ്രനാമങ്ങളിലും ഉണ്ട്. ധ്യാന ശ്ലോകങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് ഭഗവാന്റേതായിട്ടുള്ള രൂപത്തെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു, വാക്കുകളിൽ കൂടിയിട്ട്. വാങ്മയ ചിത്രം. ചിത്രം സാധാരണ വരയ്ക്കുന്നത് ക്യാൻവാസിലാണ്. ക്യാൻവാസ് ആദ്യമായിട്ട് ഒരു ബോർഡിൽ ഉറപ്പിക്കും. എന്നിട്ട് അതിൽ പെൻസിൽ കൊണ്ടോ പെയിന്റ് കൊണ്ടോ ഒക്കെ നമ്മൾ ചിത്രം വരയ്ക്കണോ. ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ചിത്രം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലാണ്. മനസ്സ് എങ്ങനെയിരിക്കണോ? എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കണോ, ചലിച്ചുകൊണ്ടിരിക്കണോ? ഇങ്ങനെ ചലിക്കുന്നതായിട്ടുള്ള ക്യാൻവാസിൽ ഒരിക്കലും തന്നെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? ആദ്യമായിട്ട് മനസ്സിനെ നിശ്ചലമാക്കണം. അതിനുള്ള മാർഗമാണ് 5 നേരത്തെ പറഞ്ഞത്. അതിനുശേഷം ഓരോ വാക്കും കേൾക്കുന്നതായിട്ട് മറ്റുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം
സംസ്കൃതമാണ്, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവേണ്ട, ഒരു കുഴപ്പമില്ല. പക്ഷേ ധ്യാന ശ്ലോകങ്ങളുടെ അർത്ഥം നമ്മൾ മുഴുവനുമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. കാരണം അതിൽ പറയണതായിട്ടുള്ള ഓരോ വാക്കുകളും ഓരോ വരയാണ്. ആ വര നമ്മുടെ മനസ്സിൽ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതാണ് ആ ധ്യാനത്തിന്റെ പ്രത്യേകത. ഇവിടെ ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് 13 മുതൽ 18 വരെയുള്ളതായിട്ടുള്ള 6 ശ്ലോകങ്ങള് അതില് ആ ഭഗവാന്റെ സാകാര രൂപത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരണു. പ്രസന്നവദനം ഭോജം, താമരപ്പൂ പോലെ വികസിച്ചിരിക്കുന്നതായിട്ടുള്ള തെളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ മുഖം. ഇത് പറയുമ്പോ മനസ്സിൽ നമുക്ക് ആ മുഖം കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം. നിങ്ങൾ തന്നെ ഇത് വായിക്കുന്നതായിട്ട് സമയത്ത് പ്രത്യേകിച്ച് ധ്യാന ശ്ലോകങ്ങളൊക്കെ കാണാപ്പാടം പഠിച്ചോളൂ. കാണാപ്പാടം പഠിച്ചിട്ട് അതിങ്ങനെ കണ്ണും അടച്ചിട്ട് ചെല്ലുമ്പോ ആ ഭഗവാന്റെ തെളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള മുഖം നമ്മുടെ ഹൃദയത്തിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. പത്മഗർഭാരുണേക്ഷണം, ചുവന്ന നിറത്തോട് കൂടിയിട്ടുള്ള ഭഗവാന്റേതായിട്ടുള്ള കണ്ണുകള് എങ്ങനെയിരിക്കുന്നു? ഏതു തരത്തിലുള്ളതായിട്ടുള്ള ചുവപ്പ്? ചെന്താമരപ്പൂവിന്റെ അന്തർഭാഗത്തുള്ള ചുവപ്പ് പോലെയുള്ളതായിട്ട് ചുവന്ന നേത്രങ്ങൾ ഭഗവാന്റെ. നീലോത്പലതള ശ്യാമം, നീലോത്പല പുഷ്പങ്ങളെ പോലെ ആ ഭഗവാന്റെ നിറം ശ്യാമവർണ്ണനായിരിക്കുന്നു. ശംഖചക്ര ഗദാധരം, ഭഗവാൻ കൈകളില് ശംഖ്, ചക്രം, ഗദ, പദ്മം തുടങ്ങിയവ ധരിച്ചിരിക്കണു. പറയുമ്പോ നമുക്കത് മനസ്സിൽ വരയ്ക്കാൻ സാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും സാധിക്കണം എന്ന് പറയാം. ശ്രീവത്സം, ഭഗവാന്റെ മാറില് ശ്രീവത്സം, ഭഗവാന്റെ കഴുത്തില് ധരിച്ചിരിക്കുന്നതായിട്ടുള്ള കൗസ്തുഭം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സംഭ്രാജത് കൗസ്തുഭ ആമുക്തഗന്ധരം മത്വദ്വിരേഭകലയാ പരീതം വനമാലയാ, ഭഗവാൻ വനമാല ധരിച്ചിരിക്കുന്നു. ആ വനമാലയുള്ളതായിട്ടുള്ള പുഷ്പങ്ങളുടേതായിട്ടുള്ള സൗരഭ്യം അത് നുകരുവാൻ വേണ്ടിയിട്ട് മത്തുപിടിച്ചതായിട്ടുള്ള വണ്ടുകള് ചുറ്റുപാടും പാറിപ്പറക്കുന്നു. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോ ആ ഭഗവാന്റെ മാറിലെ വനമാലയും അതിന്റെ ചുറ്റുപാടും റീങ്കാരം മുഴക്കിക്കൊണ്ട് പാറിക്കളിക്കുന്നതായിട്ടുള്ള ആ വണ്ടുകളെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം. എവിടെ? നമ്മുടെ ഹൃദയത്തില്. പാരാർദ്യ ഹാരവലയ കിരീടാങ്കദനൂപുരം, ഏറ്റവും വിലിപിടിച്ചതായിട്ടുള്ള മുത്തുകൾ പതിച്ചിട്ടുള്ളതായിട്ടുള്ള കിരീടം, അങ്കനം, തോൾവളകള് തുടങ്ങിയതായിട്ടുള്ള വിശേഷപ്പെട്ടതായിട്ടുള്ള ഭൂഷണങ്ങള്. കാഞ്ചി ഗുണോല്ലസത് ശ്രേണിം, അരക്കെട്ടില് ആ മഞ്ഞപ്പട്ടിന്റെ മുകളിൽ ഭഗവാൻ അണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള അരഞ്ഞാണം, സ്വർണം കൊണ്ടുള്ളതായിട്ടുള്ള അരഞ്ഞാണം, അതില് മുത്തുകള് നവരത്നങ്ങളൊക്കെ തന്നെ പതിച്ചിരിക്കണു. ഹൃദയാംഭോജ വിഷ്ഠരം ദർശനീയതമം ശാന്തം, ഭക്തന്മാരുടെ ഹൃദയമാകുന്നതായിട്ടുള്ള താമരപ്പൂവിൽ ഇരിക്കുന്ന ശാന്തസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. മനോനയനവർദ്ധനം അപീക്ഷ്യ ദർശനം, നമ്മുടെ മനസ്സിനെയും അതേമാതിരി തന്നെ കണ്ണുകളെയും നല്ലവണ്ണം ആകർഷിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള അതിസുന്ദരമായിരിക്കുന്ന ഭഗവാന്റേതായിട്ടുള്ള രൂപം. ശശ്വത് സർവലോക നമസ്കൃതം, എപ്പോഴും ആ ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഇതാ നമസ്കരിച്ചുകൊണ്ടേയിരിക്കണോ. സന്തം വയസ്സ് കൗശേരം, ഭഗവാന്റേതായിട്ടുള്ള വയസ്സ് എങ്ങനെയിരിക്കണോ? ടീൻ ഏജ്, അതാണ് കൈശോരം എന്ന് പറഞ്ഞത്. 16 വയസ്സിന്റെ അടുത്തിരിക്കുന്നതായിട്ടുള്ള രൂപം, യൗവനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള രൂപം. ഭൃത്യാനുഗ്രഹകാതരം, ഭക്തന്മാരെ അനുഗ്രഹിക്കണം എന്ന ഒരേ ഒരു ഇച്ഛയോട് കൂടിയിട്ടുള്ള ഭഗവാന്റേതായിട്ടുള്ള ആ ഭാവം. ഇപ്രകാരം ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ സമഗ്രാംഗം, ആ മുഴുവനുമായിട്ടുള്ള ശരീരത്തെ ഏവം ധ്യായേത്, ഇപ്രകാരം ധ്യാനിക്കൂ. ഇതുവരെ യാവത് നശ്യവതേ മനഃ, ഇതുവരെ മനസ്സ് ഇളകാതെ അതിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കുമോ അതുവരെ ഇതിന് നോക്കിക്കോളൂ. ഈ ഒരു രൂപം മനസ്സിൽ നിർത്തിയിട്ട് വേണം സഹസ്രനാമം വായിക്കുമ്പോൾ അത് ചൊല്ലിക്കഴിയുന്നത് വരെ. വിഷ്ണു സഹസ്രനാമത്തിന് 15 മിനിറ്റ്, ലളിതാ സഹസ്രനാമത്തിനാണെങ്കിൽ ഒരു 25-30 മിനിറ്റ്, അത്രയും നേരം നമ്മുടെ മനസ്സിൽ ഈ രൂപം ഉണ്ടാവണം. സാധിക്കില്ല. പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് പ്രാക്ടീസ് കൊണ്ടുവരാൻ വളരെ വിഷമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് വേണം നമ്മൾ പരിശ്രമിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചിത്രം നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ മുന്നില്, ഇടയ്ക്കിടയ്ക്ക് വേണേ കണ്ണു തുറന്ന് നോക്കിക്കോളൂ. എപ്പോഴാണോ മനസ്സിൽ നിന്ന് ആ രൂപം പോകുന്നത് അത് നോക്കിയിട്ട് വീണ്ടും അവിടെ നിർത്തൂ. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ട് നമുക്ക് സാധിക്കും എന്ന് പറയാം. ആ മനസ്സിന്റെ ചാഞ്ചല്യം ഒഴിവാകുന്നത് വരെ.
ഇപ്രകാരം മനസ്സിൻ ചലിക്കാതെ ആ ഭഗവാന്റേതായിട്ട് സമഗ്രമായിട്ട് രൂപത്തിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ പറയണു ഭഗവതഃ അംഗേ ഏകത്ര സംയോജ്യാത്. ഏതെങ്കിലും ഒരു അംഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് 12 ശ്ലോകങ്ങൾ ഭഗവാൻ ഉപയോഗിക്കുന്നു. 21 മുതൽ 32 വരെയുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ. പാദാദികേശം, ആദ്യമായിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തൂ. അത് സാധിച്ചു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ കണങ്കാലുകള്, മുഴങ്കാലുകള്, കാൽമുട്ടുകള്, തുടകള്, അവസാനം കടിപ്രദേശം, അരക്കെട്ട്, മെല്ലെ മുകളിലേക്ക് പോകൂ. നാഭി കാണാം, ഭഗവാന്റെ മനോഹരമായിട്ടുള്ള നാഭി. ആ നാഭിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മനോഹരമായിട്ടുള്ള താമരപ്പൂവ് കാണാൻ സാധിക്കണോ? അതിന്റെ അടുത്ത് ഭഗവാന്റേതായിട്ടുള്ള സ്ഥലദ്വയങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാറ്, കഴുത്ത്, കൈകള്, ആ നീണ്ടിരിക്കുന്നതായിട്ടുള്ള കൈകളിൽ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള സുദർശന ചക്രം, ശംഖ്, ഗദ, താമര, മാറിലഞ്ഞിരിക്കുന്നതായിട്ടുള്ള വനമാല, കൗസ്തുഭം, ഭഗവാന്റെ മനോഹരമായിട്ടുള്ള തിരുമുഖം, മിന്നിത്തിളങ്ങുന്നതായിട്ടുള്ള ഭഗവാന്റെ കവിൾത്തടങ്ങള്, ഉയർന്നിരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ നാസിക, ചുരുണ്ടിരിക്കുന്ന ഭഗവാന്റെ അളകങ്ങള്, വളഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ പുരികങ്ങള്, മത്സ്യക്കുഞ്ഞുങ്ങളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതായിട്ടുള്ള ഭഗവാന്റേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള വിഴികള്, അവസാനം ഭഗവാന്റേതായിട്ടുള്ള മുഖത്തിലുള്ളതായിട്ടുള്ള ആ മന്ദഹാസം അവിടെ ഉറപ്പിക്കൂ എന്ന് പറഞ്ഞു. 33-ാമത്തെ ശ്ലോകം. യാനായനം പ്രഹസിതം ബഹുലാധരോഷ്ട വാസാരുണായത തനുദ്വിജകുന്ദപങ്ക്തേ ധ്യായേത് സ്വദേഹഗുഹരേ വസിതസ്യ വിഷ്ണോ ഭക്ത്യാർദ്രയാർപ്പിതമനാ ന പൃഥക് ദിദൃക്ഷേത്. ധ്യാനായനം, ധ്യാനത്തിന് ആസ്പദമായിരിക്കുന്ന വിഷ്ണോഹോ പ്രഹസിതം, വിഷ്ണുവിന്റെ പ്രകടമായിരിക്കുന്നതായിട്ടുള്ള ആ മന്ദഹാസത്തെ ധ്യായേത്, ധ്യാനിക്കണം. എവിടെയാണ് ധ്യാനിക്കേണ്ടത്? സ്വദേഹകുഹരേ അവസിതസ്യ, അവനവന്റെ ഹൃദയത്താമരയിൽ സാക്ഷാത്തായിട്ട് പ്രത്യക്ഷമായിരിക്കുന്ന ആ ഭഗവാന്റെ രൂപത്തെ വേണം ധ്യാനിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ? ആർദ്രയാ ഭക്ത്യാ, ഭക്തിയോട് കൂടിയിട്ട്, പ്രേമാതിശയത്തോട് കൂടിയിട്ട്. പിന്നെയോ അർപ്പിത മനഃ, മനസ്സിനെ മുഴുവൻ തന്നെ ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് പൃഥക് ന ദിദൃക്ഷേത്, വേറെ ഒന്നിനെയും കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കരുത് നിങ്ങള്. എന്താ ഈ മന്ദഹാസത്തിന്റെ പ്രത്യേകത? അതാണ് പറഞ്ഞത്. ബഹുല അധര ഓഷ്ട ഭാസ അരുണായുധ ദ്വിജകുന്ദപങ്ക്തി. ഭഗവാന്റേതായിട്ടുള്ള അധരങ്ങളും ഓഷ്ടങ്ങളും കീഴ്ചുണ്ടും മേൽചുണ്ടും എങ്ങനെ ഇരിക്കുന്നു? തുടുത്തിരിക്കുന്നു, ചുവന്ന നിറത്തോടു കൂടിയിരിക്കണോ. ഇപ്രകാരം തുടുത്തിരിക്കുന്നതായിട്ടുള്ള ആ അധരങ്ങള് എന്ത് ചെയ്തിരിക്കണോ? ഭഗവാന്റെ മുല്ലപ്പൂ പോലെ വെളുത്തിരിക്കുന്നതായിട്ടുള്ള പല്ലുകളെ പോലും അരുണായുധ ചുവപ്പിച്ചിരിക്കണോ. കാണാൻ പറ്റുന്നില്ലേ? കാണണം നമ്മളെന്ന് പറയാം. അങ്ങനെ ആ ചുണ്ടുകളിൽ നിന്നുള്ളതായിട്ടുള്ള ആ ചുവപ്പ്, തുടുപ്പ് പല്ലുകളിലേക്ക് വന്നിരിക്കുന്നു. ആ പല്ലുകളും ആ അധരങ്ങളും ഓഷ്ഠങ്ങളും എല്ലാം കൂടി കലർന്നിട്ടാണ് മന്ദഹാസം. ആ മന്ദഹാസത്തെ വേണം ചിന്തിക്കാൻ. എന്താ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ രൂപം ധ്യാനിക്കൂ. അപ്പൊ ചോദിച്ചു, സർ ഞങ്ങൾ ധ്യാനിക്കാം. എന്താ ധ്യാനിക്കേണ്ടത്? പാദങ്ങളെ ധ്യാനിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ചോദിക്കും, ഇടത്തെ കാലാണോ വലത്തെ കാലാണോ? എന്നാ കൈ ആയിക്കോട്ടെ, അപ്പൊ ഇടത്തെ കൈയാണോ വലത്തെ കൈയാണോ? ചുണ്ടുകളായിക്കോട്ടെ, അത് മേൽചുണ്ടാണോ കീഴ്ചുണ്ടാണോ? എല്ലാറ്റിലും സംശയമുണ്ടല്ലോ. ഭഗവാൻ ഇവിടെ പറഞ്ഞു, ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്ക് കടക്കൂ. മന്ദഹാസം എങ്ങനെയാ ഉണ്ടാവുന്നത്? 2 ചുണ്ടുകളിൽ നിന്ന്, 2 പല്ലുകളിൽ നിന്ന്, 2 വരി പല്ലുകളിൽ നിന്ന്. പക്ഷേ ഇതൊക്കെ 2 ആണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് കാണുന്ന മന്ദഹാസം 1 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദ്വൈതത്തിൽ നിന്ന് നമ്മള് അദ്വൈതത്തിലേക്ക് കടന്നു. കടാക്ഷവും പറയും ഇതേമാതിരി. കണ്ണുകൾ 2 ഉണ്ട്, പക്ഷെ കടാക്ഷം എത്ര? 1. അതാണ് മന്ദഹാസത്തിന്റെയും കടാക്ഷത്തിന്റെയും പ്രത്യേകത. അപ്പൊ ഭഗവാന്റെ രൂപത്തിൽ നമ്മുടെ മനസ്സ് ഉറപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഓരോരോ അംഗങ്ങളിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. കാരണം ആകപ്പാടെയുള്ള രൂപം കണ്ടിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒന്ന് ആലോചിക്കുന്നതായിട്ട് സമയത്താണ്, അയ്യോ അത് കണ്ടില്ലല്ലോ ഇത് കണ്ടില്ലല്ലോ എന്ന് പറയാറില്ലേ സാധാരണയായിട്ട്, അല്ലേ? വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോവും, കുറേ കാശ് ചെലവാക്കിയിട്ട് അവിടെ പോയി ക്യൂ ഒക്കെ നിന്ന് നിങ്ങൾ കണ്ടു.
2-3 പേര് കൂടിയിട്ടാണ് പോയത്. 3 പേരും കൂടിയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ കയ്യിലുള്ള താമരപ്പൂ എന്തൊരു ഭംഗിയുണ്ടായിരുന്നു. ഏത് താമരപ്പൂ? എവിടെ? ഞാൻ കണ്ടില്ല കേട്ടോ. പറയില്ലേ നിങ്ങൾ? സാധാരണ ഓർത്തു നോക്കൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോരോ അംഗങ്ങളിൽ ഉറപ്പിച്ചു നിർത്തൂ. എന്നതിന് ശേഷം എന്ത് വേണം? ദ്വൈതത്തെ വിട്ടിട്ട് അദ്വൈതത്തിലേക്ക് വരൂ. മന്ദഹാസത്തില്, കടാക്ഷത്തില്. എന്തോ ഇപ്രകാരം നമ്മള് ധ്യാനം അഭ്യസിക്കുന്നത് ബീജധ്യാനം. അതിപ്രകാരം അഭ്യസിച്ചുകൊണ്ടേയിരുന്നാല് എന്തായിട്ട് തീരുന്നു? അതിന്റെ പരിപക്വമായിട്ടുള്ള അവസ്ഥയില് അത് നിർവികൽപ്പമായിട്ട് പരിണമിക്കുന്നു. ഭഗവാന്റേതായിട്ടുള്ള രൂപം സ്വയമേവ മറഞ്ഞു പോവും. ആലോചിച്ചു നോക്കൂ. ആ മന്ദഹാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ രൂപം അങ്ങോട്ട് പോയില്ലേ? പിന്നെ ആ മന്ദഹാസം അല്ലെങ്കിൽ ആ കടക്കൻ ദൃഷ്ടി അത് മാത്രമല്ലേ ഉള്ളൂ. അവിടെ എന്തുണ്ട്? അവിടെ രൂപമില്ല. രൂപമില്ലാത്ത നിർഗുണം നിരാകാരമായിട്ടുള്ള ആ പരബ്രഹ്മത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇപ്രകാരം ആ പരബ്രഹ്മ വസ്തുവിൽ ലയിച്ചിരിക്കുന്നതായിട്ടുള്ള യോഗി അദ്ദേഹം തന്റെ സ്വരൂപത്തിലാണ് ലയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ലയിച്ചു? ഭക്തി ജ്ഞാനാദികൾ നിമിത്തം അദ്ദേഹം സ്വരൂപത്തിൽ ലയിച്ചിരിക്കണു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് ഉണർന്നാലും എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള വാക്കായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം ധ്യാനത്തിലേക്കാണ് നമ്മൾ ഉണരേണ്ടത്, അല്ലേ? ജാഗ്രതാവസ്ഥ എന്നുള്ളത് ഒരിക്കലും ജാഗ്രതയല്ല. കുറേയും കൂടി ഉണരണം. ഉണർന്നാലാണ് നമ്മൾ എവിടെ എത്തുന്നത്? ആ ധ്യാനത്തിലെത്തും. അപ്പൊ ധ്യാനം വിട്ടാല് എന്ന് വെച്ചോളൂ, കണ്ണു തുറന്നാൽ എന്താ കാണുന്നത്? ഈ കാണുന്ന സൃഷ്ടിയെയല്ലേ കാണുന്നത്, അല്ലേ? ഈ സൃഷ്ടി എന്താണ്? ഭഗവാന്റേതായിട്ടുള്ള ശരീരമാണ്. ചരാചരാത്മക തനു എന്ന് ശങ്കരാചാര്യസ്വാമികൾ വരും. ഈ ഭഗവാന്റെ ശരീരത്തിൽ എന്തുണ്ട്? ചരവും അചരവുമുണ്ട്, ജഡവും ചൈതന്യവുമുണ്ട്. അതാണ് ഈ കാണുന്നതായിട്ടുള്ള സൃഷ്ടി മുഴുവൻ തന്നെ. അതിൽ മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. എന്താ ഇല്ലാത്തതൊക്കെ പെടും എന്നർത്ഥം. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു ശിവാനന്ദ ലഹരിയില്, ചരാചരാത്മകതനുധ്യാനേ സായുജ്യം സിദ്ധമത്ര സ്വാമിൻ കൃതാർത്ഥോസ്മ്യഹം. ഞാൻ കൃതാർത്ഥനായിരിക്കണോ ഭഗവാനെ എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഞാൻ കണ്ണു തുറന്നു നോക്കിയതായിട്ട് സമയത്ത്, ഹേ ഭഗവാനെ, അങ്ങയുടെ ശരീരമാണ് കാണുന്നത്, ചരാചരാത്മകമായിരിക്കുന്ന ശരീരമാണ് കാണുന്നത്. അതോടുകൂടിയിട്ട് ഞാൻ അങ്ങയുമായിട്ട് ചേർന്നിരിക്കുന്നു. ഞാൻ അതിൽ നിന്നും വേറെയല്ല, സൃഷ്ടിയിൽപ്പെട്ടവനാണ് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ അതിനോട് ചേർന്നിരിക്കുന്നു. സ്റ്റെപ്സ് പറഞ്ഞു തരും ശരിക്ക് ആ ക്രമമുക്തിക്ക്. സാരൂപ്യം ശിവപൂജനെ ശിവമഹാദേവേരി സങ്കീർത്തനെ സാമീപ്യം ശിവഭക്തി തുര്യ ജനതാ സാംഗത്യ സംഭാഷണേ സാലോക്യം ച ചരാചരാത്മകതനുധ്യാനേ സായുജ്യം സിദ്ധമത്ര സ്വാമിൻ കൃതാർത്ഥോസ്മ്യഹം. ഇവിടെ ക്രമമുക്തിയായി ശരിക്കും പറഞ്ഞു തരുന്നു ശങ്കരാചാര്യ സ്വാമികള്. അപ്പൊ പറഞ്ഞു വന്നത്, ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് സമയത്ത് നമുക്ക് ബാഹ്യലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സുഷുപ്തിയിലും അങ്ങനെയാണ്. സുഖമായിട്ട് ഉറങ്ങണതായിട്ട് സമയത്ത് ബാഹ്യലോകവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ഒന്നുമില്ല. അപ്പൊ എന്താ സുഷുപ്തിയും സമാധിയും തമ്മിലായിട്ടുള്ള വ്യത്യാസം? ആ ധ്യാനവും സുഷുപ്തിയും തമ്മിലായിട്ടുള്ള വ്യത്യാസം എന്താണ്? സുഷുപ്തിയില് എന്ത് ചെയ്യണോ? നമ്മുടെ മനസ്സ് അവിദ്യയിൽ ലയിക്കണോ. അപ്പൊ സുഷുപ്തിയിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാൽ എന്തുണ്ട്? വീണ്ടും ആ അവിദ്യയോട് കൂടിയിട്ട് ഉണരുന്നു എന്നുള്ളതാണ്. സമാധിയില് ധ്യാനത്തിൽ നമ്മൾ എന്താ ചെയ്യണത്? നമ്മുടെ മനസ്സിലുള്ളതായിട്ടുള്ള ചിന്തകളെ സ്വോദ്ദേശത്തോട് കൂടിയിട്ട് പെർപ്പസ്ഫുള്ളായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് അതിനെ നമ്മൾ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ധ്യാനാവസ്ഥയില് ആ മനസ്സവിടെയുണ്ട്. ആ ധ്യാനം വിട്ടിട്ട് നമ്മൾ ഈ ജാഗ്രതാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുണ്ട്? ഈ കാണുന്നതായിട്ടുള്ള ചരാചരങ്ങളെ മുഴുവൻ തന്നെ ബ്രഹ്മസ്വരൂപമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. കാരണം എന്താണ്? ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ, ബാക്കിയുള്ളത് മുഴുവൻ തന്നെ മിഥ്യയാണ് എന്നുള്ളതായിട്ടുള്ള ദൃഢമായിട്ടുള്ള ജ്ഞാനം. ഇതെങ്ങനെ ദൃഢമായ ജ്ഞാനം? അത് ശ്രവണ മനന നിധിധ്യാസനങ്ങളെ കൊണ്ടാണ്. അതിനാണ് നമ്മള് ഈ ഭാഗവതം വായിക്കുന്നത്, പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്, വേദം പഠിക്കുന്നത്, അതിനെക്കുറിച്ചിട്ട് മനനം ചെയ്യുന്നത്, എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ഏകാഗ്രമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് യാതൊരു സംശയമില്ല, ഡീപ് കൺവിക്ഷൻ എന്താണ്? ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ തന്നെ മിഥ്യയാണ്. അപ്പൊ വാസ്തവത്തിലില്ല, അത് പ്രതീതി മാത്രമാണ്. എന്തുകൊണ്ട്? അത് അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട്. അതിനെയാണ് മായ എന്നും മോഹമെന്നും ഭ്രാന്തി എന്നൊക്കെ പറയണത്. അവിദ്യ അജ്ഞാനം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സാധാരണ ഭാഷയിൽ അവിദ്യ അജ്ഞാനം എന്നത് അറിവില്ലായ്മ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ.
വേദാന്തത്തില് അർത്ഥം അങ്ങനെയല്ല. വേദാന്തത്തിൽ പറഞ്ഞു തരുന്നു, അറിവില്ലായ്മയും അതുകൊണ്ടുണ്ടാകുന്ന തെറ്റിദ്ധാരണയും. അറിയില്ല എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കില്ല, അതിന് പകരം മറ്റു വലുതും സങ്കല്പിക്കും. അതാണ് തെറ്റിദ്ധാരണ. ആ സങ്കല്പം അതാണ് ഈ സൃഷ്ടിയാകുന്നതായിട്ട് പ്രതീതിയെ നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ളതായിട്ട് ചിന്തകളെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സ്വോദ്ദേശത്തോടു കൂടി പരിശ്രമിക്കുന്നതായിട്ട് സമയത്ത് ധ്യാനാവസ്ഥയില് ആ മനസ്സ് എന്തായിട്ട് തീരണോ? ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ തന്നെ മിഥ്യയാണ് എന്നുള്ളതായിട്ടുള്ള ദൃഢമായിട്ടുള്ള ബോധം അതിലുണ്ടാവുന്നു. അതോടുകൂടിയിട്ട് ധ്യാനത്തിൽ നിന്ന് ജാഗ്രതാവസ്ഥയിലേക്ക് കടന്നു വരുന്നതായിട്ട് സമയത്ത് ഈ കാണുന്നതായിട്ടുള്ള സൃഷ്ടിയെ മുഴുവൻ തന്നെ ഭഗവത് സ്വരൂപമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള സാധകന്റെ യോഗിയുടേതായിട്ടുള്ള ആ അറിവുണ്ടല്ലോ, ആ ജ്ഞാനമുണ്ടല്ലോ, അതിന് യാതൊരു വിധത്തിലുള്ള ഇളക്കുമില്ല എന്ന് പറയാ. ഇളകാതിരിക്കുന്നു. അത് ശരീരം തുടർന്നും വേണമെന്നുണ്ടെങ്കിൽ വിഷയ അനുഭവങ്ങളിലേക്ക് പോകും. പക്ഷെ അദ്ദേഹം ശരീരത്തിൽ നിന്ന് വിട്ടുനിന്നതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കണു, പ്രാരബ്ധമാണ് ശരീരത്തിന് കാരണമായിരിക്കുന്നത്. പ്രാരബ്ധം തീരുന്നത് വരെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഉണ്ടോ? ഭഗവാൻ തന്നെ 37ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കും, ദേഹം ചതം ന ചരമ സ്ഥിതമുത്ഥിതം വാ സിദ്ധോ വിപശ്യതി യദോ അധ്യഗമത് സ്വരൂപം ദൈവാദുവേദമഥ ദൈവവശാദവേദം വാസോ യഥാ പരികൃതം മദിരാമദാന്ത. ക്ഷരമസിദ്ധ ദേഹം, അവസാനമായിട്ട് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ദേഹം. ആ ദേഹം എങ്ങനെ കിട്ടിയതാണ്? ദൈവാദുവേദം, എന്റെ പ്രാരബ്ധ കർമ്മങ്ങളെ കൊണ്ട് എന്റെ കൂടെ ഇരിക്കുന്നതാണ്. ദൈവവശാദവേദം, പ്രാരബ്ധ കർമ്മങ്ങളെ കൊണ്ട് തന്നെ അത് എന്നെ വിട്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ആ ശരീരം ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ പറയണോടെ? സ്ഥിതം വാ ഉത്ഥിതം വാ ന വിപശ്യതി. അത് ഇരുന്നാലും അത് കിടന്നാലും അത് നിന്നാലും അതിനെ അറിയുന്നേയില്ല. എന്തുകൊണ്ട്? യഥാ സ്വരൂപം അധ്യഗമത്, എന്റെ സ്വരൂപം അതല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ സ്വരൂപം എന്താണ്? സത്വജിത്താനന്ദ സ്വരൂപമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ആ ശരീരം, അത് ഞാനും ഒരു ബന്ധവുമില്ല അവിടെ. അതെന്ത് വേണമെങ്കിൽ ആയിക്കൊള്ളട്ടെ. മദിരാമദാന്ത പരികൃതം വാസഹ യഥ. മദ്യം കഴിച്ചിട്ട് മത്ത് പിടിച്ചവൻ ഉടുത്തിരിക്കുന്നതായിട്ടുള്ള വസ്ത്രം പോലും അഴിഞ്ഞു പോയത് അറിയാതെ, അവന് ആ വസ്ത്രത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. അതേമാതിരി യോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. ശരീരത്തോടുള്ളതായിട്ട് താതാത്മ്യം പരിപൂർണമായിട്ട് വിട്ടിരിക്കണം. തം ദേഹം സ്വാപ്നം പുനഃ ന ഭജതേ എന്ന് ഭഗവാൻ പറയും. അത് സ്വപ്നത്തിൽ കണ്ട ശരീരം പോലെയേ ഉള്ളൂ. അങ്ങനെയുള്ളതായിട്ടുള്ള യോഗിയുടേതായിട്ടുള്ള അനുഭവം എന്താണ്? അത് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ആ അനുഭവത്തിലേക്കാണ് നമ്മൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 42ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരും. സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷേത അനന്യഭാവേന ഭൂതേഷ്വിവ തദാത്മതാം. സർവഭൂതേഷു ച ആത്മാനം, എല്ലാ ഭൂതങ്ങളിലും സൃഷ്ടികളിലും മുഴുവൻ തന്നെ 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 കാണുന്നു അവൻ. തന്നിൽ എല്ലാ സൃഷ്ടിയെയും അവൻ കാണുന്നു. അനന്യഭാവം, ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. എന്താ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമില്ല. കാരണം ഞാനെന്നും നിങ്ങളെന്നും വ്യത്യാസം പറയുന്നത് എന്തുകൊണ്ട്? ആ ജീവനുള്ളത് വരെയല്ലേ നമ്മൾ പറയുള്ളൂ. ജീവൻ എന്താണ്? ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ഭഗവാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് അർജുന ജീവനായിരിക്കുന്നത്. ആ ഒരേ ഒരു ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായിട്ട് പ്രത്യേകാത്മാവായിട്ട് ജീവസ്വരൂപത്തിൽ ഇരിക്കുന്നതായിട്ട് സമയത്ത് ഒരു സൃഷ്ടിയും വേറൊരു സൃഷ്ടിയും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? അനന്യഭാവം. അതുകൊണ്ട് തന്നെ പറഞ്ഞു ഭൂതേഷ്വ തദാത്മതാം. എന്തോ തത്സ്വരൂപത്തെ എന്ന പോലെയാണ് കാണുന്നത്. ഭഗവാൻ ഗീതയിൽ പറയും ആത്മൗപമ്യേന സർവത്ര. എല്ലാം എന്താണ്? നീ തന്നെയാണ് അർജുന. ഗീതയിൽ പറയുന്നതായിട്ട് സമയത്ത് ഇതേ വാക്കുകൾ തന്നെയാണ് ഭഗവാൻ അവിടെ ഉപയോഗിക്കുന്നത്. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. ചെറിയ വ്യത്യാസങ്ങളിലൂടെ. അപ്പൊ ഈ വ്യത്യാസം മുഴുവൻ തന്നെ എന്തുകൊണ്ട്? ഉപാധികളെ കൊണ്ടാണ്. ഉപാധികൾക്ക് വ്യത്യാസമുണ്ട്. ഉപാധിസ്ഥനായിരിക്കുന്ന ചൈതന്യത്തിന്, ആ ഭഗവാന്, ആ ഈശ്വരന് യാതൊരു വ്യത്യാസമില്ല. അത് ഒന്ന്. അവിടെയാണ് ഭഗവാൻ 28ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. 29ാമത്തെ അധ്യായം തുടങ്ങുന്നത് ദേവഹൂതിയുടെ ചോദ്യത്തോടു കൂടിയിട്ടാണ്. ഭക്തിയോഗസ്യ മേ മാർഗം ബ്രൂഹി വിസ്തരശ പ്രഭോ.
നേരത്തെ ഭക്തിയെ കുറിച്ചിട്ട് ഭഗവാൻ കുറെയൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കണോ, അത് മുഴുവൻ മനസ്സിലായിട്ടില്ല, എനിക്ക് ഒന്ന് വിസ്തരിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരൂ. മാത്രമല്ല ബ്രഹ്മാവ് തുടങ്ങിയിട്ട് താഴോട്ട് സകലമാന സൃഷ്ടികളെയും ബാധിക്കുന്നതായിട്ടുള്ള കാലത്തെ കുറിച്ചിട്ടും എനിക്ക് പറഞ്ഞു തരൂ ഭഗവാനെ. മനോഹരമായിട്ട് ഒരു സ്തുതിയോട് കൂടിയിട്ട് ചോദ്യങ്ങൾ അവസാനിപ്പിക്കുന്നു. നമുക്കും സ്തുതിക്കാൻ പറ്റിയതായിട്ടുള്ള ശ്ലോകമാണ്. 5-ാമത്തെ ശ്ലോകം 29-ാമത്തെ അധ്യായത്തില് ലോകസ്യ മിഥ്യാഭിമതേരചക്ഷുഷ ചിരം പ്രസുപ്തസ്യ തമസ്യ നാശ്രയേ ശ്രാന്തസ്യ കർമ്മസ്വനുബദ്ധയാദിയാ ത്വമാവിരാസീഖില യോഗഭാസ്കര. മിഥ്യയായിട്ട് ശരീരങ്ങളിൽ അഭിമാനിച്ച് തത്വത്തെ കുറിച്ചിട്ട് അറിയാതെ യാതൊരു വിധത്തിലുള്ള ആശ്രയവുമില്ലാതെ ഇരുട്ടിൽ എപ്പോഴും ഉറങ്ങിക്കിടക്കണോ, കർമ്മങ്ങളെ കൊണ്ട് ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കണോ, ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ലോകത്തിന്, ഇപ്രകാരം ക്ഷീണിച്ചിരിക്കുന്നതായിട്ടുള്ള ലോകർക്കെല്ലാം തന്നെ യോഗങ്ങളെയെല്ലാം തന്നെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള സൂര്യനായിട്ട് അങ്ങ് അവതരിച്ചുവല്ലോ എന്ന് മനോഹരമായിട്ടുള്ള സ്തുതി. 5-ാമത്തെ ശ്ലോകം. ഭഗവാൻ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആദ്യം ഭക്തിയെ കുറിച്ചിട്ടും ഭക്തന്മാരെ കുറിച്ചിട്ടും പറഞ്ഞു. എന്നിട്ട് ഭക്തന്മാരുടെ പ്രകൃതിക്കനുസരിച്ചിട്ട് ഭക്തി പല വിധത്തിലുണ്ട്. ഒന്നാമതായിട്ട് താമസഭക്തനാണ്. താമസഭക്തൻ എന്താണ്? ഭഗവാനെ തന്നിൽ നിന്ന് മന്യമായിട്ട് കാണണു. അവന്റെ ഉള്ളില് ഭക്തി എന്നുള്ളതായിട്ട് വികാരമുണ്ട്. അതിന്റെ കൂട്ടത്തില് മറ്റുള്ള വികാരങ്ങളെല്ലാം തന്നെയുണ്ട്. ദേഷ്യമുണ്ട്, അക്രമവാസനയുണ്ട്, അസൂയയുണ്ട്, മാത്സര്യബുദ്ധിയുണ്ട്, മിഥ്യാചാരമുണ്ട്, പരപീഡനമുണ്ട്, വഞ്ചനയുണ്ട്, ക്രോധമുണ്ട്, ഇനി എന്താ പറയാനുള്ള ഒക്കെ ഉണ്ട്. എല്ലാ വികാരങ്ങളുടെ ഇടയിൽ കുറേശ്ശെ ഭക്തിയുണ്ട്. അത് പറ്റില്ല എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ, എന്തിനാണ് നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത്? ശാസ്ത്രം പഠിക്കുന്നത് അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിച്ചില്ല വെച്ചാൽ പിന്നെ എന്താ കാര്യമുള്ളത്? സാധാരണയായിട്ട് ഈ ക്ലാസ്സുകളിലൊക്കെ വരുന്നവരൊക്കെ പറയും, ഞങ്ങൾ കുറച്ചു കാലം ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതിന്റെ ശേഷേ കോപമൊന്നും വരുന്നില്ല കേട്ടോ, ദേഷ്യമൊന്നും വരുന്നില്ല കേട്ടോ, സാധാരണ പറയാറുണ്ട്. എന്ത്? അപ്പൊ അവരത് അനുഭവിക്കാൻ തുടങ്ങിയിരിക്കണമെന്നർത്ഥം. ഈ അനുഭവം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണോണ്ട് ഒരു കാര്യമില്ല. എന്തോ അതാണ് താമസഭക്തൻ എന്ന് പറഞ്ഞത്. അവന്റെ ഉള്ളിൽ എല്ലാ വികാരങ്ങളും, അതിന്റെ കൂട്ടത്തിൽ എന്തുണ്ട്? ഭഗവാനോട് കുറച്ച് ഭക്തിയുണ്ട്. 2-ാമത്തെ ഭക്തൻ രാജസഭക്തനാണ്. അവനും എന്താണ്? ഭഗവാനെ തന്നിൽ നിന്ന് മന്യമായിട്ട് പ്രതിമകളിൽ ഉപാസിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? പല വസ്തുക്കൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ആരോഗ്യം തന്നെ അല്ലേ? യുർദേഹി ധനം ദേഹി വിദ്യാം ദേഹി, എന്തൊക്കെയാ ചോദിക്കണം നോക്കൂ. ഇനി 3-ാമത്തെ ഒരുത്തനുണ്ട്. അവൻ സാത്വിക ഭക്തനാണ്. അവനും ഭഗവാനെ തന്നിൽ നിന്ന് അന്യമായിട്ട് കാണുന്നു. എന്നിട്ട് ആ ഭഗവാനിൽ താൻ ചെയ്യുന്ന കർമ്മങ്ങളെയൊക്കെ തന്നെ സമർപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? കർമ്മനിർഹാരമുദ്ദിശ്യ. ഭഗവാൻ പറഞ്ഞു, ആ കർമ്മഫലമാകുന്നതായിട്ടുള്ള പാപങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ? അവൻ തന്റെ കർമ്മങ്ങളെ മുഴുവൻ തന്നെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് പോണു. അവൻ സാത്വിക ഭക്തനാണ്. എന്നാൽ ഇവര് 3 പേരെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഭക്തനുണ്ട്. അവനാണ് ഗുണാതീത ഭക്തൻ. അവനാണ് എല്ലാവരിലും ശ്രേഷ്ഠൻ. അവന് ഭഗവാനുമായിട്ട് അനന്യഭാവമാണ്, അന്യഭാവമേ ഇല്ല. തന്റെ ഉള്ളിലിരിക്കണോ ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള വിചാരം, താൻ തന്നെയാണ് ഭഗവാൻ എന്നുള്ള വിചാരം. അവനെ സംബന്ധിച്ച് ഒരാഗ്രഹമില്ല. ഭക്തി എന്തിനു വേണ്ടിയിട്ട്? ഭക്തിക്ക് വേണ്ടിയിട്ട്. അവൻ ഭജനാനന്ദം അനുഭവിക്കണോ. സാധാരണ നമ്മൾ അനുഭവിക്കുന്ന വിഷയാനന്ദം. വിഷയാനന്ദം കുറച്ചു നേരത്തേക്ക്, ചില്ലറ, തുച്ഛം. നേരെ മറ്റൊരു ഭഗവാനെ ഭജിക്കാൻ തുടങ്ങൂ, എന്തൊരു ആനന്ദാണെന്ന് നോക്കൂ അല്ലേ? ഇന്നലെ വൈകുന്നേരം ആ പരിക്രമത്തില് ഞാൻ അങ്ങ് പങ്കെടുത്തു. എന്തെന്നില്ലാത്തതായിട്ടുള്ള മനസ്സിലൊരു സംതൃപ്തി, ഒരു ആഹ്ലാദം എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവത് അല്ലേ? അത് ഭജനാനന്ദമാണ്. ഭഗവാനെ ഭജിക്കുമ്പോഴായിട്ടുള്ള ആനന്ദം. അതേ വേണ്ടു, എനിക്ക് വേറൊന്നും വേണ്ട. അല്ല, മുക്തി തരാം നിനക്ക്, സാലോക്യ മുക്തി തരാം, സാരൂപ്യ മുക്തി തരാം, സായുജ്യ മുക്തി തരാം. അവൻ പറയും എനിക്ക് വേണ്ടേ വേണ്ട, എനിക്ക് ഭഗവാനെ ഇതേമാതിരി ഭജിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അതാണ് ഭജനാനന്ദം. അങ്ങനെ ഇരിക്കുന്നവൻ എന്ത് ചെയ്യണോ? ത്രിഗുണം അതിവ്രജ്യ മദ്ഭാവായ ഉപപദ്യതേ. ഭഗവാൻ പറഞ്ഞു, അവൻ 3 ഗുണങ്ങളെയും കടന്നുപോയിട്ട് ഞാനുമായിട്ട് ചേരാൻ അർഹത നേടിയിരിക്കണോ. അവന്റെ ഭക്തി എങ്ങനെ ഇരിക്കണോ? 11, 12, 2 ശ്ലോകങ്ങളിൽ കൂടിയിട്ട് പറഞ്ഞു തരും ഭഗവാൻ. മദ്ഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശയേ മനോഗതിരവിച്ഛിന്ന യഥാ ഗംഗാംബസംഭുതൗ ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹ്യുദാഹൃതം അഹൈതുക്യ വ്യവഹിതായ ഭക്തി പുരുഷോത്തമേ. മദ്ഗുണശ്രുതി മാത്രേണ,
എന്റെ ഗുണങ്ങളെ കുറിച്ച് അവൻ കേൾക്കുന്ന മാത്രയില് ഞാൻ എവിടെ ഇരിക്കണോ? സർവഗുഹാശയമയി, എല്ലാ സൃഷ്ടിയുടെ ഉള്ളിൽ ആ ഹൃദയത്തിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ഞാൻ. അങ്ങനെ ഇരിക്കുന്ന എന്നിൽ മനോഗതി, അവന്റെ മനസ്സിലുള്ളതായിട്ടുള്ള എല്ലാ ചിന്തകളും എന്നിലേക്ക് അവിഛിന്ന, ഇടമുറിയാതെ ഇതാ പ്രവാഹിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? ഉദാഹരണം പറഞ്ഞു, ഗംഗയിലുള്ളതായിട്ടുള്ള ജലപ്രവാഹം സമുദ്രത്തിലേക്ക് എന്ന പോലെ. അതിലെവിടെയെങ്കിലും മുറിയുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല, മുറിയുന്നേ ഇല്ല. ആരും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. അതേമാതിരി മനസ്സിലുള്ളതായിട്ടുള്ള ചിന്തകള്, മനസ്സിലുള്ളതായിട്ടുള്ള വൃത്തികള് ആ ഭഗവാനിലേക്ക് തന്നെ ഇടമുറിയാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കണു. ഇതാണ് നിർഗുണസ്യ ഭക്തിയോഗസ്യ ലക്ഷണം ഹി ഉദാഹൃതം. ഇതാണ് നിർഗുണമായിട്ടുള്ള ഭക്തിയോഗത്തിൻ്റെതായിട്ടുള്ള ലക്ഷണം എന്ന് പറയപ്പെടുന്നതമ്മേ. അതിലെന്തുണ്ട്? അഹൈതുകി, ഒരു കാരണവുമില്ല അവിടെ, ഒരു സങ്കല്പങ്ങളും ഇല്ല അവിടെ. അവ്യവഹിത, അവ്യവഹിത എന്താണ്? ഭേദഭാവനയേ ഇല്ല അവിടെ. ഇപ്രകാരമുള്ളതായിട്ടുള്ള അതിനെയാണ് നിർഗുണ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ട് പുഷ്പാദികളിലായിട്ട് സൗരഭ്യം അനായാസേന നമ്മുടെ ഘ്രാണേന്ദ്രിയത്തിൽ എത്തുന്നത് പോലെ ആ ഭക്തന്റേതായിട്ടുള്ള മനസ്സ്, ആ ഭഗവാന്റെ ഗുണം അത് കേൾക്കുന്നതായിട്ടുള്ള ആ മാത്രയില് ഭഗവാനെ പ്രാപിച്ചുകൊണ്ടിരിക്കണോ. കാരണം അവന്റെ മനസ്സ് പരിശുദ്ധമായിരിക്കണോ എന്ന് പറയാം. പെട്ടതിരിപ്പാട് പറയും, ചേതോഹരം ശൃണ്വതാം. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴേക്ക് അവന്റെ മനസ്സങ്ങട്ട് അപഹരിക്കപ്പെട്ടു. പിന്നെയോ സദ്യ പ്രേരയതേ മതിമതയതേ, ആ ബുദ്ധിയിൽ മുഴുവൻ തന്നെ എന്തെന്നില്ലാത്തതായിട്ട് ഒരു ആവേശം അവിടെ ഉണ്ടാവണോ. രോമാഞ്ചയത്യംഗകം, അവന്റെ ശരീരത്തിൽ മുഴുവൻ തന്നെ രോമാഞ്ചം ഉണ്ടാവണോ. വ്യാസിഞ്ചത്യഭിഷീത ബാഷ്പവിസരൈഹി, കണ്ണു മുഴുവൻ തന്നെ ആനന്ദാശ്രുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കണോ. നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് വേണം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. ആർദ്രാദർശനം, 2 ദിവസം കഴിഞ്ഞാൽ തിരുവാതിര ആർദ്രാദർശനം എന്ന് പറയും. എന്താ അതിന്റെ പ്രത്യേകത? ഹേ ഭഗവാനെ, അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് എത്ര ജന്മങ്ങളായി ഞാനിതാ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണോ, ഇന്നെങ്കിലും എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചുവല്ലോ എന്നുള്ളതായിട്ടുള്ള ആനന്ദം. ആ ആനന്ദം കൊണ്ട് കണ്ണ് നിറയണം. കണ്ണ് നിറഞ്ഞിട്ട് വേണം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. ആർദ്രമായിട്ടുള്ള കണ്ണുകളോട് കൂടിയിട്ട് ഭഗവാനെ കാണൂ എന്ന് പറയുക. അതാണ് വ്യാസിഞ്ചത്യഭി ശീതബാഷ്പവിസരൈഹി ആനന്ദമൂർച്ഛോദ്ഭവൈ. ആനന്ദമൂർച്ചയാണ് അവൻ അനുഭവിക്കുന്നത്. അവന് ബാഹ്യം, ലോകം എന്നുള്ളത് ഇല്ലേ ഇല്ല എന്ന് പറയാണ്. ഇപ്രകാരം ആവണമെന്നുണ്ടെങ്കിൽ മനസ്സ് പരിശുദ്ധമാവണം. എപ്രകാരം മനസ്സിനെ പരിശുദ്ധമാക്കാമെന്ന് 15 മുതൽ 20 വരെയുള്ളതായിട്ടുള്ള 6 ശ്ലോകങ്ങളിൽ കൂടിയിട്ട് ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരണം. കുറേയൊക്കെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. വർണ്ണാശ്രമങ്ങൾക്കനുസരിച്ചിട്ടുള്ള ആ ധർമാനുഷ്ഠാനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നീട് ആ നമ്മുടേതായിട്ടുള്ള അനുഷ്ഠാനമുണ്ടല്ലോ, അത് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കണം. ഭഗവാന്റേതായിട്ടുള്ള വിഗ്രഹങ്ങള്, പ്രതിമകള്, അതിനെ ദർശിക്കുക, സ്പർശിക്കുക, പൂജിക്കുക, സ്തുതിക്കുക, സ്മരിക്കുക. അപ്പൊ പ്രതിമകളിൽ മാത്രം ഭഗവാനെ കണ്ടാ പോരാ. പ്രഥമ പ്രതിമ പൂജ എന്ന് ഭക്തിയിൽ പറയും. ആദ്യസ്ഥ പടിയാണ് പ്രതിമകളിൽ ഭഗവാനെ പൂജിക്കുന്നത്. പിന്നെ അതെന്ത് വേണം? അത് ഉയർന്നുയർന്നു പോയിട്ട് എല്ലാ ഭൂതങ്ങളിലുള്ളതായിട്ടുള്ള ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതാണ് സർവഭൂതങ്ങളിലും സർവീശ്വരൻ വസിക്കുന്നു എന്ന് കാണണം. മഹത്തുക്കളെ നമ്മളെപ്പോഴും ബഹുമാനിച്ചുകൊണ്ടിരിക്കണം. ദുഃഖിതരിൽ എന്തുണ്ടാവണം? കരുണ ഉണ്ടാവണം. സമന്മാരിൽ മൈത്രി ഉണ്ടാവണം. പരദ്രവ്യം ഒരിക്കലും എന്തിനാ നമ്മൾ ആഗ്രഹിക്കരുത്. പിന്നെയോ നിയമേന നമ്മൾ നടത്തുന്നതായിട്ട് ജപവിധികള്, അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മുറ തെറ്റാതെ ചെയ്യണം. റെഗുലാരിറ്റി ആൻഡ് സിൻസിയറിറ്റി. റെഗുലർ ആയിരിക്കണം. ഒരു ദിവസം രാവിലെ ജപിച്ചോ, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ജപിച്ചോ, പിറ്റേ ദിവസം വൈകുന്നേരം ജപിച്ചോ പറ്റില്ല. രാവിലെ ആണെങ്കിൽ എന്നും രാവിലെ 4 മണി മുതൽ 4:10 വരെ. ശരി, 5 മണി. അല്ല എനിക്ക് ഉച്ചയ്ക്കാണ് സമയം 12 മുതൽ, ആയിക്കോട്ടെ 12 മണിക്ക് ആയിക്കോളൂ. അല്ല എനിക്ക് രാത്രി 10 മണിക്കാണ്, ആയിക്കോളൂ. പക്ഷെ എന്നും ആ സമയം നിങ്ങൾ വിടരുത്. റെഗുലർ. പിന്നെ സിൻസിയർ, ആത്മാർത്ഥത ഉണ്ടാവണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാവരുത്. പലരും അങ്ങനെയാ ചെയ്യണത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. കാണുന്നതായിട്ട് സമയം മഹാഭക്തനാണ് കേട്ടോ, എപ്പോഴും നാമം ചൊല്ലിക്കൊണ്ടാണ് നടക്കുക. അങ്ങനെ നമ്മൾ പറയാറില്ലേ? ഒരിക്കലും തന്നെ നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് അങ്ങനെ കമന്റ് ചെയ്യാൻ പാടില്ല. എങ്കിലും ഞാൻ പറഞ്ഞു പോയതാണ്. നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യണം നമ്മളെ. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാവരുത്. ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടി കേട്ടോ. പരദ്രവ്യം ആഗ്രഹിക്കാനേ പാടില്ല. പിന്നെ ആത്മപരമാത്മ സ്വരൂപങ്ങളെ വിവരിക്കുന്നതായിട്ട് ശാസ്ത്രങ്ങൾ നിത്യം കേട്ടുകൊണ്ടിരിക്കണം. ഉണ്ടോ?
ഭഗവാന്റേതായിട്ടുള്ള ഗുണങ്ങളെ സൂചിപ്പിക്കുന്നതായിട്ട് നാമങ്ങൾ എപ്പോഴും സങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്രകാരം നമ്മള് ജീവിതം ചിട്ടപ്പെടുത്തണം, ശരീരത്തിലുള്ളതായിട്ട് അഭിമാനത്തെ ഉപേക്ഷിക്കുക. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ മനസ്സ് സ്വയമേവ പരിശുദ്ധമാവും. വേറൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭഗവാൻ പറയും 21ാമത്തെ ശ്ലോകത്തില്, അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിതഃസദാ തം അവജ്ഞായ മാം മർത്യ കുരുതേ അർച്ചാവിഡംബനം. അഹം സർവേഷു ഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും ഞാൻ ഭൂതാത്മാവായിട്ട് അന്തര്യാമിയായിട്ട് ഞാൻ ഇതായിരിക്കുന്നു എപ്പോഴും. പക്ഷെ സാധാരണ മനുഷ്യൻ എന്താ ചെയ്യണത്? എന്നെ അവജ്ഞായ, എന്നെ അവഗണിക്കുന്നു, എന്നിട്ടോ പ്രതിമകളിൽ അർച്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല ഭഗവാൻ പറഞ്ഞത്, അർച്ചാ വിഡംബനം ഗുരുതേനാണ്. അർച്ചിക്കുന്നു എന്ന നാട്യം കാണിക്കുന്നു എന്നാ ഭഗവാൻ പറയണത് അവിടെ. അപ്പൊ എല്ലാ ഭൂതങ്ങളിലും ഭഗവാനാണ് ഇരിക്കുന്നത് എന്ന ഉറച്ചിരിക്കുന്നതായിട്ടുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസമാണ് എന്നുണ്ടെങ്കിൽ, ഞാനൊരു വ്യക്തിയെ ചീത്ത പറഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭഗവാനെയല്ലേ ചീത്ത പറയണത്? ആലോചിച്ചോക്കൂ. ഇതുവരെ ഞാൻ നിങ്ങളെ ചീത്ത പറയുള്ളൂ, ജീവനുള്ളതുവരെയല്ലേ പറയുള്ളൂ. ഒരു ഡെഡ് ബോഡി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും, ജീവനുള്ളപ്പോ അദ്ദേഹത്തോട് ദേഷ്യമുണ്ട്, ജീവൻ പോയി കഴിഞ്ഞാൽ എന്ത് ദേഷ്യമുള്ളത് അല്ലേ? അതുകൊണ്ടല്ലേ വിഭീഷണനോട് പോലും രാവണന്റേതായിട്ടുള്ള ഉദകക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞത്, ദേഷ്യമൊക്കെ ഇതുവരെയുള്ളൂ, മരണം വരെയുള്ളൂ എന്ന് വിഭീഷണനോട് പറയണം. അപ്പൊ ഞാൻ ഒരാളോട് ദേഷ്യപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടാ ദേഷ്യപ്പെടുന്നത്? ഭഗവാനോടാണ്. ഒരാളോട് നല്ല വാക്ക് പറഞ്ഞാൽ ആരോടാ പറയുന്നത്? ഭഗവാനോടാണ്. ഈ ഒരു ഭാവം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആരെയും നമ്മൾ ദ്വേഷിക്കില്ല. ഭഗവാൻ തന്നെ പറഞ്ഞു, മറ്റുള്ളവരുടെ ഉള്ളിൽ നിന്ന്, മറ്റുള്ളവരുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള എന്നെയാണ് അവൻ ദ്വേഷിക്കുന്നത്, അവന് ഒരിക്കലും തന്നെ ശാന്തി ലഭിക്കുകയില്ല, അവനിൽ ഞാൻ ഒരിക്കലും സന്തോഷിക്കില്ല, അവൻ എനിക്ക് വിലപിടിച്ചതായിട്ടുള്ള ആഭരണങ്ങളൊക്കെ തന്നെ നൽകിയാൽ പോലും ഞാൻ അവനിൽ സന്തോഷിക്കില്ല. എല്ലാ സൃഷ്ടികളിലും അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ അവൻ എന്ത് ചെയ്യുന്നു? മരണഭയത്തെ കൊടുക്കുന്നു എന്നാണ്. ഭഗവത്ഗീതയിലും ഇതേ ഒരു ആശയം ഭഗവാൻ പറഞ്ഞു തരും. 16ാമത്തെ അധ്യായത്തില്, അഹംകാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാം ആത്മവരദേഹേഷു പ്രദ്വിഷന്തോ അഭ്യസൂയകാഃ താനഹം ദ്വിഷത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമി അജസ്രം അശുഭാൻ ആസുരീഷ്വേവയോനിഷു. അവരെ ഞാൻ ആസുരയോനികളിലേക്ക് ഞാനത് തള്ളിവിടുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. കാരണം അവര് ക്രൂരാൻ, ദ്വേഷിക്കുന്നു എല്ലാരുമായിട്ട്, അങ്ങനെയുള്ളവര്. അതുകൊണ്ട് എന്ത് വേണം? അമ്മയോട് പറഞ്ഞു കൊടുത്തു. 27ാമത്തെ ശ്ലോകം, അധമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹേർ ദാനമാനാഭ്യം മൈത്രാഭിന്നേന ചക്ഷുഷാ. അതുകൊണ്ട് എന്ത് വേണം? എല്ലാ സൃഷ്ടികളിലും അന്തര്യാമിയായിരിക്കുന്ന എന്നെ ബഹുമാനിക്കൂ, പൂജിക്കൂ. അതാണ് വേണ്ടത്. അപ്പൊ എല്ലാവരെയും പൂജിക്കണോ, എല്ലാ സൃഷ്ടിയെയും പൂജിക്കണോ? കാരണം നമ്മൾ ചില സ്ഥലത്ത് കേട്ടിരിക്കണോ, സാധാരണ ബഹുമാനം അർഹിക്കുന്നവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കണം, അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മഹാപാപമാണ്. നേരെ മറിച്ചിട്ടോ ബഹുമാനം അർഹതയില്ലാത്തവരെ ബഹുമാനിച്ചാൽ അതിലേറെ പാപാണ് കേട്ടിരിക്കണോ. എന്താ വേണ്ട ചോദിച്ചു. ഭഗവാൻ അതിന് പറഞ്ഞു, ജീവികളുടെ താരതമ്യ പഠനം, ജഡസൃഷ്ടിയേക്കാൾ ഭേദം ജീവസൃഷ്ടിയാണ് എന്ന് പറഞ്ഞു. അറിവ് നേടാൻ പറ്റുന്നതായിട്ടുള്ള മനുഷ്യജന്മമാണ് അതിലും ശ്രേഷ്ഠമായിരിക്കുന്നത്. ആ മനുഷ്യരിൽ വെച്ചിട്ട് എന്താണ്? വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. വർണ്ണാശ്രമങ്ങളിൽ വെച്ചിട്ട് ബ്രാഹ്മണനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. ബ്രാഹ്മണരിൽ വേദമറിയുന്നവനാണ് ശ്രേഷ്ഠൻ. വേദമറിയുന്ന ബ്രാഹ്മണരിൽ വെച്ചിട്ട് വൈദികമായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ശ്രേഷ്ഠൻ. ആസക്തിയില്ലാതെ ആ കർമ്മങ്ങളെയൊക്കെ ചെയ്യുന്നവൻ അതിലും ശ്രേഷ്ഠമാണ്. എന്നാൽ ശ്രേഷ്ഠന്മാരിൽ വെച്ചിട്ട് ശ്രേഷ്ഠൻ ആരുണ്ട്? ഭഗവാൻ പറഞ്ഞു തരുന്നു, കർമ്മത്തെയും കർമ്മഫലത്തെയും തന്നെയും ഭഗവാനിൽ സമർപ്പിക്കുന്നവനാണ് ശ്രേഷ്ഠരിൽ വെച്ചിട്ട് ശ്രേഷ്ഠൻ. കാരണം അവന് ഞാനും എനിക്ക് അവനും വേറെ വേറെയല്ല. അതുകൊണ്ട് ഭഗവാൻ അമ്മയോട് പറഞ്ഞു, തസ്മാത് മയ്യ അർപ്പിത അശേഷ ക്രിയ ആർത്ഥാത്മാ നിരന്തര മയ്യർപ്പിതാത്മനപ്പും സഹ മയ്യ സന്യസ്ത കർമ്മണ ന പശ്യാമി പരംഭൂതം മകർത്തു സമദർശനാത്. എന്നിൽ തന്നെ സമർപ്പിക്കപ്പെട്ടതായിട്ടുള്ള സകല ഭാവത്തോടും കൂടിയവൻ, അവനെ തന്നെ എന്നിൽ സമർപ്പിച്ചിട്ടുള്ളവൻ, അവന് അന്തരങ്ങളില്ല, യാതൊരു വിധത്തിലുള്ള വിഘ്നങ്ങളും ഇല്ല. കാരണം അവൻ എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചിരിക്കണോ, അവന്റെ മനസ്സ് മുഴുവൻ തന്നെ എന്നിൽ സമർപ്പിച്ചിരിക്കണോ. അവനേക്കാൾ ശ്രേഷ്ഠനായിട്ടൊരു സൃഷ്ടിയെ ഞാൻ കാണുന്നേയില്ല എന്ന് പറയാണ്. അതുകൊണ്ട് ഭക്തിയുടേതായിട്ടുള്ള ആ സാധനയുണ്ടല്ലോ, അതിന്റെ സാരാംശം ഭഗവാൻ പറഞ്ഞു തന്നു. അതാണ് 34ാമത്തെ ശ്ലോകം. മനസൈതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി.
എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ, ജ്ഞാനപൂർണനായിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ജീവകലയാ ജീവസ്വരൂപനായിട്ട് പ്രവേശിച്ചിരിക്കണു എന്ന് എല്ലാ ഭൂതങ്ങളെയും, കാണപ്പെടുന്നതായിട്ടുള്ള എല്ലാ ചരാചരങ്ങളെയും കാണണം. എന്നിട്ട് എന്ത് വേണം? മനസ്സുകൊണ്ട് അവരെ ബഹുമാനിച്ചിട്ട് നമസ്കരിക്കണം. സർവദേവ നമസ്കാര കേശവം പ്രതിഗച്ഛതേ എന്ന് സന്ധ്യാവന്ദനത്തിൽ പറയും. സർവദേവ എന്ന് പോരാ, സർവസൃഷ്ടി എന്നാക്കാം. ശരിക്ക് സർവസൃഷ്ടി നമസ്കാര. നിങ്ങൾ ആരെ ഇവിടെ നമസ്കരിച്ചു കഴിഞ്ഞാലും അത് ആരിലാണ് പോയി ചേരുന്നത്? ഭഗവാനിലാണ് എന്ന് പറയാ. ശരിക്കും ആ ഭഗവാനാണ് എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് സൃഷ്ടിയിൽ മുഴുവൻ തന്നെ നമ്മൾ എന്ത് വേണം? ആദരിക്കണം, ബഹുമാനിക്കണം, നമസ്കരിക്കണം. അതാണ് ഭഗവാൻ അവിടെ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഭഗവാൻ അതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപസംഹരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, പരമാത്മാവിനെ അറിയാനുള്ളതായിട്ടുള്ള യോഗമാർഗങ്ങളൊക്കെ എന്നാൽ പറയപ്പെട്ടു. പരമാത്മാവിനെ വേദം പറയണത് ബ്രഹ്മം എന്നാണ്. സാഖ്യശാസ്ത്രത്തിൽ അവനെ തന്നെ പുരുഷൻ എന്ന് പറയണു. ജീവന്മാർക്ക് കർമ്മഫലത്തെ കൊടുക്കുന്ന കർമ്മഫലദാതാവായിരിക്കുന്നതായിട്ടുള്ള കരുണാമയനായിരിക്കുന്ന ഭഗവാനും അവൻ തന്നെയാണ്. ഈ പറഞ്ഞ രൂപങ്ങൾക്ക് പുറമേ ഭഗവാന് കാലത്തിൻ്റെതായിട്ടുള്ള രൂപവും കൂടിയുണ്ട്. എല്ലാറ്റിനും മാറ്റം വരുത്തുന്നതായിട്ടുള്ള കാലം. കാലസ്വരൂപിയായിട്ടുള്ള പരമാത്മാവ് ഗുണങ്ങളോടും ഗുണകാര്യങ്ങളോടും ചേർന്നിട്ട് മനുഷ്യനെ എപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കണോ. നമ്മളൊക്കെ ഭയപ്പെടുന്നത് എന്തിനാണ്? കാലത്തെ, കാലനെയാണല്ലോ. പറയുന്ന അവിടെ അർജുനൻ പോലും ഭയപ്പെട്ടു. വിശ്വരൂപം കാണിച്ചു കൊടുത്തു ഭഗവാൻ. അത് കണ്ടപ്പോ ഭയന്നു. എന്നിട്ട് ഭഗവാൻ ചോദിച്ചു, അങ്ങ് ആരാണ് ചോദിക്കുകയാണ് അവിടെ. ഭഗവാൻ അപ്പൊ പറഞ്ഞു, അഹം കാലഹ അസ്മി, ഞാൻ കാലനാണ്. ലോകക്ഷയകൃത്, ലോകത്തെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാലസ്വരൂപനായ ഞാൻ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അനാദിയാണ് കാലം എന്ന് പറയാണ്. അതേസമയത്തോ ഇതിനെ പരിരക്ഷിക്കുന്നതും കാലം തന്നെയാണ്, ഇതിനെ അന്തം കുറിക്കുന്നതും കാലം തന്നെയാണ്. ഇപ്രകാരം ഇരിക്കുന്ന കാലത്തെ കുറിച്ചിട്ട് ഒരു ശ്ലോകം പറയുന്നു. 45-ാമത്തത് സോനന്ദകരോ സോനന്ദോന്ദകര കാലോ അനാദിരാദി ആദികൃത് അവ്യയ ജനം ജനേന ജനയന്മാരയൻ മൃത്യുനന്തകം. ആ കാലമാണ് ജനങ്ങളെ കൊണ്ട് ജനങ്ങളെ ജനിപ്പിക്കുന്നതും അതേമാതിരി ക്രൂരന്മാരെ, നാശകരന്മാരെ മൃത്യുവിനാൽ മരിപ്പിക്കുന്നതും ആയിരിക്കണമെന്ന് പറയാണ്. ഇപ്രകാരമുള്ളതായിട്ടുള്ള കാലപ്രവാഹത്തിൽ നിരന്തരം ജനന മരണാദികളിൽപ്പെട്ട് ഉഴലുന്നതായിട്ടുള്ള ജീവൻ താൻ വളരെ കഷ്ടപ്പെട്ട് നേടിയ വിഷയങ്ങളിൽ കാലം വരുത്തി തീർക്കുന്നതായിട്ടുള്ള നാശം കാണാൻ കഴിയാത്ത വിധം അന്ധനായിരിക്കണു എന്ന് 30-ാമത്തെ അധ്യായം ഭഗവാൻ തുടങ്ങണു. താൻ നേടിയതെല്ലാം തന്നെ സ്വത്തായിക്കോട്ടെ, യശസ്സായിക്കോട്ടെ, പത്നിയായിക്കോട്ടെ, പതിയായിക്കോട്ടെ, പുത്രനായിക്കോട്ടെ, എല്ലാം ശാശ്വതം എന്നുള്ളതായിട്ടുള്ള വിചാരത്തോട് കൂടിയിട്ട് വിഡ്ഢിയെ പോലെ കരുതുന്നു. അവസാനം അവ നഷ്ടപ്പെടുമ്പോൾ കഠിനമായിട്ടുള്ള ദുഃഖം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലേ? അച്ഛനും അമ്മയും കുട്ടിയെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോണതായിട്ട് സമയത്ത് ഒരു ബലൂൺ വിൽപ്പനക്കാരനെ കണ്ടപ്പോ കുട്ടി എന്ത് പറഞ്ഞു? ബലൂൺ വേണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങി. അമ്മയും അച്ഛനും പറഞ്ഞു നോക്കി, കേട്ടില്ല. അവസാനം വാങ്ങിക്കൊടുത്തു. 5 രൂപ കൊടുത്തു, ബലൂൺ വാങ്ങിക്കൊടുത്തു. അത് കുറച്ചു നേരം കയ്യിൽ വെച്ച് ഇങ്ങനെ കളിക്കും. ഠോന്ന് ശബ്ദവും കേട്ടു. പിന്നെ കുട്ടിയുടെ കരച്ചിലും കേട്ടു. ഇത്രയേ ഉള്ളൂ. കുട്ടി കരയുമ്പോ അച്ഛനും അമ്മയും കരയോ എന്ന് ചോദിച്ചു. അച്ഛനും അമ്മയും കരയില്ല. കാരണം അച്ഛൻ നേരത്തെ കരഞ്ഞിരിക്കും. 5 രൂപ കൊടുക്കുമ്പോ കരഞ്ഞിട്ടാ കൊടുത്ത്. അത് പോയി എന്ന്. ഇപ്പൊ രണ്ടാമത് പോവാൻ പോണില്ലല്ലോ. അച്ഛനറിയാം അത് പൊട്ടാനുള്ളതാണോ എന്നുള്ളത്. ഇപ്പോഴല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാൻ പോണോ അറിയാം. ഉണ്ടോ? ഈ ഒരു വിവരം നമുക്കുണ്ടെങ്കിൽ, അറിവ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, ഈ കാണുന്ന പ്രപഞ്ചത്തിലെ കാലം വരുത്തി തീർക്കുന്നതായിട്ടുള്ള ആ മാറ്റങ്ങളുണ്ടല്ലോ, അതിനെ നമ്മൾ എന്തിനു ഭയപ്പെടണം? അതാണ് ശരിയായിട്ടുള്ള ജ്ഞാനം എന്ന് പറയാം. ഇതൊക്കെ കഴിഞ്ഞിട്ടോ മരിക്കുന്നതായിട്ട് സമയത്ത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭാര്യാപുത്രാദികള് തന്റെ ശരീരത്തിൽ തന്നെയും വിട്ടിട്ട് ഏകനായിട്ടല്ലേ പോകേണ്ടിയിരിക്കുന്നത്. ഭൗതിക ശരീരം വിട്ടാൽ യാതനാ ശരീരം കിട്ടുന്നതാണ്. യാതനാ ശരീരത്തെയാണ് യമദൂതന്മാര് കൊണ്ടുപോവുക. ശങ്കരാചാര്യ സ്വാമിയുടെ സുബ്രഹ്മണ്യ ഭുജംഗത്തിൽ മനോഹരമായിട്ട് പറയും, കൃതാന്തേഷു ദൂതേഷു ചണ്ഡേഷു കോപാത് ദഹച്ഛിന്തി ബിന്ദീരിമം തർജയത്സു മയൂരം സമാരുഹ്യ മാഭൈരരിത്വം പുരശക്തിപാണിർമമായാഹി ശീഘ്രം. യമദൂതന്മാരെന്നെ കൊണ്ടുപോകുന്നതായിട്ട് സമയത്ത് ദഹ, ഇവനെ ചുടു എന്ന് പറയത്രേ. പിന്നെ ചിന്തി ഭിന്തി, ഇവനെ വെട്ട്, ഇവനെ പിളർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് സമയത്ത്, ഹേ ഭഗവാനെ, അങ്ങ് മയിൽ വാഹനനായിട്ട് വന്നിട്ട് എനിക്ക് അഭയമരുളേണമേ എന്നവിടെ പ്രാർത്ഥിക്കണു. നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയതാണ്. എപ്പോഴാ പോകേണ്ടത് അറിയില്ല. പോണതിന് മുമ്പ് ഈ പ്രാർത്ഥന ആദ്യം തന്നെ ഭഗവാൻ അവിടെ കൊടുത്താൽ അവിടെ ഉണ്ടാവും, ഡെപ്പോസിറ്റിലുണ്ടാവും. അതിനുവേണ്ടി പ്രാർത്ഥനയാണ് സുബ്രഹ്മണ്യ ഭുജംഗത്തിൽ ശങ്കരാചാര്യസ്വാമിയോട് പറഞ്ഞു തന്നത്. ഇനിയോ ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം കൊണ്ട് നരകത്തിൽ നമ്മൾ കഴിയേണ്ടി വന്നു, യാതനാ ശരീരം കൊണ്ട്. അവിടെയുള്ളതായിട്ടുള്ള യാതനകൾ പറയാൻ പറ്റാത്തത്ര
പിന്നെ അവസാനം ആ നരകത്തുള്ള യാതനകളൊക്കെ വളരെ വിശദീകരിച്ചതിന് ശേഷം ഭഗവാൻ പറഞ്ഞു, നരകവും സ്വർഗവും ഒന്നും എവിടെയും പോണ്ടാട്ടോ, ഇവിടെ തന്നെയാണ്. അത്രൈവ നരക സ്വർഗ ഇതി മാത പ്രജക്ഷതേ. 29ാമത്തെ ശ്ലോകം. സ്വർഗവും നരകമൊക്കെ അമ്മേ ഇവിടെ തന്നെയാണ് ഇട്ടോ. കാരണം എന്താണ്? യാ യാതനാവൈ നാരക്യ താ ഇഹ അപി ഉപലക്ഷിതാഹ. നരകത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ട് ദുഃഖങ്ങളൊക്കെ ഇവിടെ തന്നെ കാണപ്പെടുന്നുണ്ടല്ലോ. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിൽ കുറച്ചു നേരം പോയി നോക്കിയാൽ മതി. ഇപ്പൊ നരകം എവിടെയുണ്ട്? ഇവിടെ തന്നെ. നരകം എവിടെയാണ്? സ്വർഗം എവിടെ? സ്വർഗം ഇവിടെ തന്നെ. പിന്നെ എന്തിനാ നരകത്തിലേക്ക് പോകണമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചുള്ള അനുഭവങ്ങളൊക്കെ അവിടെ അനുഭവിച്ചിട്ട് ആ ദുഃഖങ്ങളും യാതനകളൊക്കെ അനുഭവിച്ചിട്ട് നമ്മൾ ശുചിയാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ശുചിയാവൂ എന്ന് പറയാണ്. ശുചിയായി കഴിഞ്ഞാലോ പിന്നെ എന്തുണ്ട്? നമുക്ക് വീണ്ടും ഇവിടെ വരേണ്ടി വരും. ഇവിടെ വരുന്നതായിട്ട് സമയത്ത് നായയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ കഴുതയുടെ ശരീരത്തിലോ കുതിരയുടെ ശരീരത്തിലോ ഒക്കെ ജനിക്കേണ്ടി വരും. അവിടെയും നമ്മൾ യാതനകൾ അനുഭവിച്ചിട്ട് അവിടെ എന്തുണ്ട്? പരിശുദ്ധി നേടിക്കഴിഞ്ഞാലോ പിന്നെ നമുക്ക് മനുഷ്യന്റേതായിട്ട് ശരീരം കിട്ടണം. വീണ്ടും നമ്മൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലുള്ളതായിട്ടുള്ള യാതനകളെ കുറിച്ചിട്ടാണ് 31ാമത്തെ അധ്യായം പറയുന്നത്. ഗർഭകാലത്ത് മലം, മൂത്രം, രക്തം തുടങ്ങിയതായിട്ടുള്ള മാലിന്യങ്ങളിൽ അമ്മയുടേതായിട്ടുള്ള ഗർഭപാത്രത്തില് ഒന്ന് കയ്യും കാലും നീട്ടാൻ പോലും എങ്ങനെ കിടക്കണം, എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ 10ാം മാസം ആവുമ്പോഴേക്ക് ആ ജീവന് തോന്നുകയാണ്, എത്രയോ ജന്മങ്ങളിൽ കൂടിയിട്ട് ഞാൻ എന്തെല്ലോ പാപം ചെയ്തിരിക്കണം, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ കിടക്കാനിടയായത്. ഈ ജന്മത്തിലെങ്കിലും ഞാൻ ഒരു പാപവും ചെയ്യില്ല. അതുകൊണ്ട് ഹേ ഭഗവാനെ, ഈ ഗർഭത്തിലുള്ളതായിട്ടുള്ള ക്ലേശം അകറ്റിയിട്ട് എന്നെ പുറത്തേക്ക് അയക്കണേ എന്ന് പ്രാർത്ഥിക്കും. അതേ സമയത്ത് അവന്റെ ഉള്ളിൽ വേറൊരു വികല്പുണ്ടാവും. ഇനി ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാലോ വീണ്ടും ആ സംസാരം എന്നെ ബാധിക്കില്ലേ, വീണ്ടും ഞാൻ പാപങ്ങൾ ചെയ്യാനിടയായില്ലേ. അപ്പൊ അവരെന്നെ തീർച്ചയില്ല പുറത്തേക്ക് പോകണോ അല്ല വേണ്ടയോ എന്നുള്ളത്. എന്തായാലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സമയത്ത് പ്രസൂതിവാദം എന്നുള്ളതായിട്ടുള്ള വാദമുണ്ട്. അത് പ്രവർത്തിക്കുന്നതായിട്ട് സമയത്ത് ഇവൻ തല കീഴായിട്ട് വരുന്നതാണ്. തല കീഴാവുമ്പോഴേക്ക് എന്തായി? അവന്റെ തലയിലുള്ളതും കീഴായി. ഉടനെ തന്നെ അവന് ക്വാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം? എവിടെ ഈശ്വരനാ ചോദിക്കണത്? ഈശ്വരനെ എവിടെ? ഇതുവരെ പറഞ്ഞ ഈശ്വരനെ ഭജിക്കുകയല്ലേ ചെയ്തത്? ഒറ്റ നിമിഷം കൊണ്ട് അതങ്ങോട്ട് മാറിയില്ലേ? എന്തോ ഇപ്രകാരം അവനങ്ങോട്ട് മാറി. എന്നിട്ടാണ് പലതരത്തിലുള്ളതായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ഇവിടെ ഈ ശരീരത്തിൽ വെച്ചിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയും സംസാരത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? 12 സദ്ഗുണങ്ങളെ നേടിയെടുക്കൂ എന്ന് പറയണു. അത് 33ാമത്തെ ശ്ലോകമാണ്. സത്യം, ശൗചം, ദയാ, മൗനം, ബുദ്ധി, ശ്രീ, ഹ്രീ, യശ, ക്ഷമ, ശമോദമ, ഭഗ. 12 സദ്ഗുണങ്ങള്. സത്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, നേരത്തെ പറഞ്ഞിരിക്കുന്നു. ശൗചം പറയേണ്ട കാര്യമില്ല. ദയാ സർവഭൂതദയാ. മൗനം എന്നുള്ളത് മനസ്സിന്റെ പോലും മൗനമാണ്. ബുദ്ധി എന്നുള്ളത് വിവേകബുദ്ധി, വൈരാഗ്യബുദ്ധിയാണ്. ശ്രീ എന്നുള്ളത് സമ്പത്ത്, ദൈവീ സമ്പത്താണ്. ഹ്രീ എന്നുള്ളത് ലജ്ജയാണ്. എനിക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഇത്രയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഇത്രയല്ലേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതായിട്ടുള്ള ലജ്ജ വേണം നമുക്ക്. യശഹ എന്നുള്ളത് നമ്മുടെ അനുഷ്ഠാനങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടുന്നതായിട്ട് കീർത്തിയാണ്. ക്ഷമ എന്നുള്ളതിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞു. ഭൂമിയോളം ക്ഷമ വേണം. ക്ഷമതമങ്ങള് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയുമായിട്ടുള്ള നിയന്ത്രണമാണ്. അവസാനമായിട്ട് ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി. ഈ 12 സദ്ഗുണങ്ങളെ നേടിയെടുക്കൂ. പക്ഷെ ഈ ഗുണങ്ങളുടെ എന്താണ്? എല്ലാവരുടെ ഉള്ളിലുണ്ട് കേട്ടോ ഈ ഗുണങ്ങള്. പക്ഷെ എന്ത് ചെയ്യണു? യത് സംഘാത് യാതി സംശയം. സംഘം കൊണ്ട് ഇവ നശിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ വിഷയസംഘം പാടില്ല, മറ്റുള്ളവരുമായിട്ട് സംഘം പാടില്ല. അതാണ് വിവിക്ത ദേശസേവിത്വം എന്നൊക്കെ നേരത്തെ പറഞ്ഞത്. വീണ്ടും പ്രത്യേകിച്ച് പറഞ്ഞു, സ്ത്രീകളുമായിട്ട് സംഘം പാടില്ല. ഭക്തന്മാര് സ്ത്രീ സംഘം ത്യജിക്കണം എന്ന് മാത്രമല്ല, സ്ത്രീകളിൽ ആസക്തിയുള്ളവരുമായിട്ടുള്ള സംഘം പോലും ത്യജിക്കണം എന്നാണ് പറഞ്ഞത്. നാരദ മഹർഷി വ്യക്തിസൂത്രത്തിൽ പറയും, സ്ത്രീ, ധന, നാസ്തിക, വൈരി, ചരിത്രം നശ്രവണീയം, കേൾക്കാനേ പാടില്ല എന്നാണ് പറഞ്ഞത്. കാരണം വിഷയങ്ങളിൽ നമ്മളെ ഏറ്റവും അധികം മോഹിപ്പിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരും. പിന്നെയോ ഈ സ്ത്രീ സംഘം പുരുഷനും പുരുഷ സംഘം സ്ത്രീയും അതുകൊണ്ട് ത്യജിക്കണം. ഈ അത്യാസക്തി അല്ലെങ്കിൽ സംഘം ഈ ജന്മത്തിലെ സ്ത്രീയെ അടുത്ത ജന്മത്തിലെ പുരുഷനാക്കുന്നു, ഈ ജന്മത്തിലെ പുരുഷനെ അടുത്ത ജന്മത്തിലെ സ്ത്രീയുമാക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, സംഘം ന കുര്യാത് പ്രമദാ സുജാതു. ജാതു ഒരിക്കലും തന്നെ സ്ത്രീകളുമായിട്ട് സംഘം പാടില്ല കേട്ടോ. എന്തുകൊണ്ട്? യോഗം പരംപാരം ആരുരുക്ഷോ. നീ യോഗത്തിന്റെ മറുകര കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവനാണ്. സത്സേവയാ പ്രതിലബ്ധ ആത്മലാഭ. സത്തുക്കളുടേതായിട്ട് സംഘം കൊണ്ട് നിനക്ക് കുറെയൊക്കെ ആത്മാവിനെ കുറിച്ചിട്ടും ഈശ്വരനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിരിക്കണോ, അത് മുഴുവൻ തന്നെ നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് യാഹ
ഈ സ്ത്രീകളെ കുറിച്ചിട്ട് പറയണു, വദന്തി പറയണു, നിരയദ്വാരമസ്യ, അവന്റെ നരകവാതിലുകളാണ് എന്നാണ് പറയുന്നത്. വീണ്ടും 40ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും, യോപയാതി ശനൈർമായ യോഷി ദേവവിനിർമിത താം ഈക്ഷേതാത്മനോ മൃത്യും തൃണൈ കൂപമിവാവൃതം. ഒരു സ്ത്രീ ഇങ്ങോട്ട് വരുന്നതായിട്ട് സമയത്ത് അവൾ ആരാണ്? ശരിക്ക് ദേവനിർമ്മിത, ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണ്. മായയാണ് അവള്. ഈ മായയായിട്ടുള്ള അവള് ശനൈഹി ഉപയാദിയും എല്ലാം അടുത്തേക്ക് വരുന്നതായ സമയത്ത് ആത്മനഹ മൃത്യും വീക്ഷത, ഇതാ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നാശം അതാണ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കണം. എപ്രകാരം? തൃണൈഹി ആവൃതം കൂപം ഇവ, പുല്ലുമൂടിയിരിക്കുന്ന ഒരു ജലാശയം പോലെ നമ്മൾ അറിയാണ്ട് ഇറങ്ങിയാൽ പോയി എന്ന് പറയാം. അതുകൊണ്ട് എന്ത് വേണം? ഭഗവാൻ 48ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, സമ്യക് ദർശനയാ ബുദ്ധ്യ യോഗ വൈരാഗ്യയുക്തയ മായാവിരചിതേ ലോകേ ചരേജ്ഞസ്യ കളാവരം. അപ്പൊ ഈ ശരീരം അതിന്റെ പ്രാരബ്ധം ഇവിടെ അനുഭവിച്ചോട്ടെ എന്ന് ശരീരത്തെ അനുഭവിക്കാൻ വിട്ടേക്കൂ. നമ്മുടെ ബുദ്ധി അന്ധക്കരണം അത് ഭഗവാനോട് ചേർത്തേക്കൂ. എപ്പോഴും ലോകത്തിന്റെ മിഥ്യാത്വത്തെ കുറിച്ചിട്ട് ആത്മാവിൻ്റെതായിട്ടുള്ള ശാശ്വതത്തെ കുറിച്ചിട്ടും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കൂ. 32ാം അധ്യായം തുടക്കത്തിൽ ഭഗവാൻ പറയണു, ഇപ്രകാരം വേണം ഒരു ഗൃഹസ്ഥാശ്രമി ജീവിക്കേണ്ടത്. അവൻ ശരീരത്യാഗത്തിന് ശേഷം സ്വർഗാദി ലോകങ്ങളിൽ പോയിട്ട് അവിടെയുള്ളതായിട്ട് സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഇവിടെ പുണ്യകർമ്മങ്ങൾ ചെയ്തത്. ആ പുണ്യം അവസാനിക്കുന്നതായിട്ട് സമയത്ത് അവൻ വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരാൻ ഇടയാകുന്നു. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തേ, ഭഗവാൻ പറയും ഗീതയില്. അതുമല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ ലോകങ്ങളിൽ പോയിട്ട് അവിടെയുള്ള സുഖങ്ങൾ അനുഭവിച്ചിട്ട് അവസാനം ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാവിന്റെ കൂടെ കുറെ കാലം താമസിച്ചിട്ട് ബ്രഹ്മാവ് ഉറങ്ങാൻ പോകുന്നതായിട്ട് സമയത്ത് അവൻ പരമാത്മാവിൽ ലയിക്കണു എന്ന് ക്രമമുക്തി പറഞ്ഞു തരും. പക്ഷെ അതിനൊന്നും നമ്മൾ കാത്തു നിൽക്കാൻ പാടില്ല. ഇവിടെ വെച്ചിട്ട് ഇപ്പൊ തന്നെ ഭഗവാനെ പ്രാപിക്കണം. യാന്തിമദ്യാജിനോപിമാം എന്ന് ഭഗവാൻ ഗീതയിൽ പറയും. അതുകൊണ്ട് അമ്മയോട് പറഞ്ഞു കൊടുത്തു. 11ാമത്തെ ശ്ലോകം 32ാമത്തെ അധ്യായം, അതതം സർവഭൂതാനാം ഹൃത്പദ്മേഷു കൃതാലയം സുതാനുഭാവം ശരണം വ്രജഭാവേന ഭാമിനി. അല്ലയോ ഭാമിനി എന്നമ്മയെ വിളിച്ചു. പരിശുദ്ധേ, എന്ത് വേണം? എല്ലാ ഭൂതങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായിരിക്കുന്നതായിട്ടുള്ള എന്നെ, എല്ലാ മാഹാത്മ്യങ്ങളും ലീലകളൊക്കെ തന്നെ അമ്മ ഞാൻ പറഞ്ഞത് കേട്ടുവല്ലോ. അതോട് കൂടിയിട്ട് പരമമായിട്ടുള്ള പ്രേമത്തോട് കൂടിയിട്ട് എന്നെ ശരണം പ്രാപിക്കൂ. അതല്ലാണ്ട് ഇവിടെ ലൗകികമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ അപലപനീയമാണ്. അങ്ങനെയുള്ളവര് എന്ത് ചെയ്യുന്നു? ശരിക്കും ഇരുണ്ട വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പകരമാകട്ടെ ത്യാഗത്തിന്റെ വൈരാഗ്യത്തിന്റെ വഴിയാണ് പ്രകാശമാനമായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരുവനെ ഭഗവാനിലെത്തിക്കും. തസ്മാത്വാ സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം തദ്ഗുണാശ്രയയാ ഭക്ത്യാ ഭജനീയപദാംബുജം വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. 22-23 ശ്ലോകങ്ങള്. അതുകൊണ്ട് ഭഗവാന്റേതായിട്ടുള്ള ആ ഗുണങ്ങളെ ആശ്രയിച്ചിട്ടുണ്ടാവുന്ന പരമമായിട്ടുള്ള പ്രേമത്തോടു കൂടിയിട്ട് സർവാത്മഭാവത്തിൽ ഭഗവാനെ ഭജിക്കൂ. ഇപ്രകാരം സർവ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനിൽ ചേർക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വീണ്ടും വണ്ണമുള്ളതായിട്ടുള്ള ആ ഭക്തി ആ ബ്രഹ്മത്തെ ദർശിപ്പിച്ചു തരും. ജ്ഞാനത്തെ അരുളും, വൈരാഗ്യത്തെയും അരുളും. എപ്പോ? ആശുജനയതി, പെട്ടെന്ന് തന്നെ അത് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറയാം. ഇപ്രകാരം ഒരേ ഒരു സത്യജിത്ത് ആനന്ദ സ്വരൂപം നിർഗുണം നിരഗ്രഹമായിട്ടുള്ള പരബ്രഹ്മ വസ്തു തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. എങ്കിലും കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ടാണല്ലോ ചുറ്റുപാടുമുള്ള ലോകത്തെ കാണുന്നത്. പരാജീനൈഹി ഇന്ദ്രിയൈഹി, ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് സഞ്ചരിക്കുന്നവയാണ്. അതുകൊണ്ട് ഇവിടെയുള്ളതായിട്ടുള്ള ഒരേ ഒരു ഏകം അദ്വയമായിരിക്കുന്ന പരബ്രഹ്മ വസ്തുവിനെ ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് എങ്ങനെയേ കാണാൻ പറ്റുള്ളൂ. കറുത്ത കണ്ണട ഇട്ടിട്ട് ഇവിടെ വന്നാല് മഴ പെയ്യാൻ പോണു എന്തൊരു ഇരുട്ടാണ് തോന്നും. കണ്ണടന്ന് അയച്ചു വെച്ചു എന്നിട്ട് നോക്കൂ എന്ന് പറയണം. അതേമാതിരി ഇന്ദ്രിയങ്ങളെ അഴിച്ചു വെച്ചിട്ട് നോക്കൂ. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അഴിച്ചു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ കാണുന്നത്? ഏകം, ഒരേയൊരു. അതാണ് അദ്വിതീയം. അപ്പൊ ഒരേ ഒരു പരമാത്മ സ്വരൂപം തന്നെയാണ് ഇന്ദ്രിയങ്ങളിൽ കൂടി നോക്കുമ്പോ ഇങ്ങനെ കാണുന്നത് എന്ന് പറയാം. എന്നിട്ട് ഭഗവാൻ അവിടെ പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയ്ക്ക് സമ്പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ഇതാ ഉപദേശിച്ചു തന്നിരിക്കണോ. പ്രകൃതിയെക്കുറിച്ചിട്ടും പുരുഷനെക്കുറിച്ചിട്ടും പരമാത്മാവിനെ കുറിച്ചിട്ടും അറിയേണ്ട മാർഗങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരിക്കണോ. ഭക്തിയാകട്ടെ, ജ്ഞാനമാകട്ടെ, മറ്റുള്ളതായിട്ടുള്ള മാർഗങ്ങളാകട്ടെ എല്ലാം തന്നെ ഭഗവാനിലേക്കാണ് എത്തുന്നത്. ഒരേ ഒരു വിഷയത്തെ നമ്മൾ 5 ഇന്ദ്രിയങ്ങളിൽ കൂടി 5 ഭാവത്തിലല്ലേ കാണുന്നത്. ഒരു ലഡ്ഡു അത് കാണുന്നതായിട്ട് സമയത്ത് അതിന്റെ മഞ്ഞ നിറവും അതിൻ്റെതായിട്ടുള്ള ഗ്ലോബ് അതല്ലേ നമ്മൾ കണ്ണുകൊണ്ടറിയുന്നത്.
മൂക്ക് കൊണ്ടറിയുന്നത് അതിൻ്റെതായിട്ടുള്ള വാസനയല്ലേ, നാവ് കൊണ്ടറിയുന്നത് അതിന്റെ മധുരമല്ലേ? ഇങ്ങനെ ഒരേ ഒരു വസ്തുവിനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പല വിധത്തിൽ അറിയുന്നത് പോലെ ആ ഭഗവാനെ കർമ്മമാർഗം, ജ്ഞാനമാർഗം, ഭക്തി മാർഗം തുടങ്ങിയ എല്ലാ മാർഗങ്ങളിൽ കൂടിയിട്ടും ആ ഒരേ ഒരു ഭഗവാനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നീട് ഭഗവാൻ പറഞ്ഞു, ഇത് ദുഷ്ടന്മാർക്ക് ഉപദേശിക്കാൻ പാടില്ല, വിനയമില്ലാത്തവന് ധിക്കാരിക്ക് ഉപദേശിക്കാൻ പാടില്ല. കാരണം അങ്ങനെയുള്ളവരുടെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫലം ഉണ്ടാവില്ല. പാറപ്പുറത്ത് വിതച്ച വിത്ത് പോലെ. പാറപ്പുറത്ത് വിത്ത് വിതച്ചൂടെ? ഉതച്ചോളൂ, ഒരു കാര്യമില്ല, മുളക്കില്ല, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് എന്തുണ്ട്? ഭഗവാനോട് പ്രേമമുള്ളവൻ, സ്നേഹമുള്ളവൻ, ബഹുമാനമുള്ളവൻ, എല്ലാ ഭൂതങ്ങളോടും ദയുള്ളവൻ, അവന് വേണം ഉപദേശിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അവസാനത്തെ അധ്യായത്തില് ദേവഹൂതി ഇതറിഞ്ഞിട്ട് ഭഗവാനെ നമസ്കരിച്ചു. പ്രളയകാലത്ത് എല്ലാ സൃഷ്ടിയും തന്റെ കുക്ഷിയിലാക്കുന്നതായിട്ടുള്ള ഭഗവാൻ തന്റെ കുക്ഷിയിൽ വന്നിട്ട് അവതരിച്ചുവല്ലോ എന്ന് അവൾക്ക് എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു അത്ഭുതം, അതിശയം തോന്നി. ആ തന്റെ ഉണ്ണിയെ സാക്ഷാൽ മഹാവിഷ്ണുവായിട്ട് മനസ്സിലാക്കി. പാപികളെ പരിശുദ്ധരാക്കാനും സാഖ്യയോഗം ഉപദേശിക്കാനും അവതരിച്ചിരിക്കുന്ന മഹാവിഷ്ണുവാണ് അദ്ദേഹം എന്നറിഞ്ഞു. ഭക്തന്മാർക്ക് അദ്ദേഹത്തിന്റെ ഉപദേശത്താൽ ആത്മാനുഭൂതി നേടാനുള്ളതായിട്ടുള്ള മാർഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് പരമാത്മാവായിരിക്കുന്ന അവന്റെ നാമസങ്കീർത്തനം അധമനെ പോലും എന്താണ് ബ്രാഹ്മണന്റെ സ്ഥിതിയിലേക്ക് ഉയർത്തുന്നു എന്ന് ദേവഹൂതി സ്തുതിച്ചു 6ാമത്തെ ശ്ലോകത്തില്. എന്നിട്ട് അധികം താമസിയാതെ ദേവഹൂതി രാജകീയ പ്രൗഢികളിൽ വൈരാഗ്യമുള്ളവളായിട്ട് തീർന്നു. കർദമ പ്രജാപതി അവൾക്ക് വേണ്ടിയിട്ട് തന്റെ യോഗമായ കൊണ്ട് സൃഷ്ടിച്ചതായിരിക്കും എല്ലാ സുഖ സൗകര്യങ്ങളെയും അവൾ തേച്ചു. മെല്ലെ മെല്ലെ അവൾ ഏകാഗ്രത നേടി. പ്രകൃതി വിക്ഷേപങ്ങളെ ഉപേക്ഷിച്ചിട്ട് തന്റെ സ്വരൂപത്തിൽ ലയിച്ചു. സമാധി അഭ്യസിച്ചിട്ട് അവള് സാക്ഷാത്കാരം നേടി. ഇപ്രകാരം കപില ഭഗവാൻ ഉപദേശിച്ചതായിട്ടുള്ള മാർഗങ്ങളിൽ കൂടിയിട്ട് അവള് ആ സാക്ഷാത്കാരം നേടിയല്ലോ. ആ നേടിയിരിക്കുന്നതായിട്ടുള്ള ആ സ്ഥലത്തെയാണ് സിദ്ധപദം എന്നുള്ളതായിട്ടുള്ള പേരില് 3 ലോകങ്ങളിലും അറിയപ്പെടുന്നത്. തദ്വീര ആസീത് പുണ്യതമം ക്ഷേത്രം ത്രൈലോക്യ വിസ്തൃതം നാംനാ സിദ്ധപദം യത്ര സാ സംസിദ്ധ്യമുപേഷി. കപില ഭഗവാനാകട്ടെ ഭാരതത്തിന്റെ വടക്ക് ഭാഗത്ത് ആശ്രമം സ്ഥാപിച്ചിട്ട് ഇപ്പോഴും അവിടെ ധ്യാനത്തിൽ കഴിയുന്നു എന്നാണ്. ആ സൃഷ്ടിക്കാകമാനം നന്മ നേർന്നുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ഒരു സ്തുതിയോട് കൂടിയിട്ട് നമ്മൾ അവസാനിപ്പിക്കാം. 3 മിനിറ്റ് അധികം എടുത്തുപോയി, ക്ഷമിക്കണം. തം ത്വാമഹം ബ്രഹ്മ പരം പുമാംസം പ്രത്യക് സ്രോതസ്യാത്മനി സംവിഭാവ്യം സ്വതേജസാദ്വസ്ത ഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ഹേ ഭഗവാനെ, പരമപുരുഷനായിരിക്കുന്ന ഹേ ഭഗവാനെ, വിഷ്ണുവായിരിക്കുന്ന ഹേ ഭഗവാനെ, കപിലനായിട്ട് ഇവിടെ അവതരിച്ചതായിരിക്കുന്ന ഭഗവാനെ, വേദഗർഭൻ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ. ഇങ്ങനെ 5 വിശേഷണങ്ങളാണ് ഭഗവാന് വേണ്ടിയിട്ട് പറഞ്ഞത്. ബ്രഹ്മം എന്നുള്ളത് വേദത്തിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള പേരാണ്. പരപുരുഷൻ എന്നുള്ളത് സാഖ്യയോഗത്തിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള പേരാണ്. വിഷ്ണു എന്നുള്ളത് പുരാണങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള പേരാണ്. കപിലൻ എന്നുള്ളത് ഈ അവതാരത്തിലുള്ളതായിട്ടുള്ള ഭഗവാന്റെ പേരാണ്. വേദഗർഭം എന്നുള്ളത് ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഭഗവാനാണ്. അദ്ദേഹത്തെ പ്രത്യക് സ്രോതസി ആത്മനി സംവിഭാവ്യം, പിന്തിരിഞ്ഞ് ഒഴുകുന്നതായിട്ടുള്ള ആ മനസ്സിൻ്റെതായിട്ടുള്ള ചിന്താ പ്രവാഹമുണ്ടല്ലോ, അതുകൊണ്ട് നല്ലവണ്ണം വിഭാവനം ചെയ്യാൻ സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇപ്പോ എല്ലാ ചിന്തകളും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണം. അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. റൈറ്റ് അബൌട്ട് ടേൺ, പിന്നിലേക്ക് തിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് സഹസ്രനാമത്തിൽ നിങ്ങൾ വായിക്കണം. മാത്രമല്ല ആ ഭഗവാൻ സ്വതേജസാദ്വസ്ത ഗുണപ്രവാഹം, തന്റെ സ്വന്തം തേജസ് കൊണ്ട് ആ ഗുണപ്രവാഹത്തെ മുഴുവൻ തന്നെ ധ്വസ്ത ധ്വംസിച്ചിരിക്കണോ, ഇല്ലാതാക്കിയിരിക്കണോ. അങ്ങനെ ഭഗവാന് 7 വിശേഷണങ്ങൾ പറഞ്ഞു തരുന്നു അവിടെ. അതാണ് 33ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകം. മറക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ആ കപില ഭഗവാനെ ഇപ്രകാരം വേണം സ്മരിക്കാൻ വേണ്ടിയിട്ട്. തം ത്വാമഹം ബ്രഹ്മ പരം പുമാംസം പ്രത്യക് സ്രോതസ്യാത്മനി സംവിഭാവ്യം സ്വതേജസാദ്വസ്ത ഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇതുവരെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഈ ഒരു കർമ്മത്തെ ഞാൻ എൻ്റെ ഗുരുദേവന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം.